നമുക്കൊരു നിമിഷം ശാന്തമായിട്ട് പരിശുദ്ധാത്മാവാ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, എൻ്റെ ആത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. മനുഷ്യൻ്റെ ബുദ്ധിയോ ആശയങ്ങളോ ചിന്തകളോ ശബ്ദമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കട്ടെ. എളിയവനും അയോഗ്യനുമായ എന്നിലൂടെ ദൈവമേ, നീ ഈ ദൈവജനത്തിന് വേണ്ടി സംസാരിക്കണമേ. നീ ആഗ്രഹിക്കാത്ത ഒന്നും ഇവിടെ സംസാരിക്കപ്പെടരുത്. ജെറമിയ 5-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് വചനപ്രഘോഷണം. അതങ്ങനെ ആയിരിക്കണം എപ്പോഴും. ദൈവം പറഞ്ഞു, പ്രവാചക, നിന്റെ വായിൽ എൻ്റെ വചനം അഗ്നിയായി ഞാൻ വെച്ചു തരും. നിന്നെ കേൾക്കുന്നവരെ അഗ്നി വിഴുങ്ങും. അത് തീയാണ്. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അത് പൊള്ളിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും വചനമാകില്ല. കർത്താവേ, ഈ തിരുമണിക്കൂറിൽ ഈ ആത്മാവിൻ്റെ ജ്വലനം ഞങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ഒരു ദൈവവചന ഭാഗം കേൾക്കാം. മുപ്പത്തിനാല് 35 വാക്യങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അഭിവന്ദ്യ പിതാവേ, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ സ്ഥിരമായിട്ട് വചനം പറയുന്നത് ഞങ്ങളുടെ കപ്പുച്ചൻ സഭയ്ക്കൊരു ധ്യാനമന്ദിരമുണ്ട്, ഭരണങ്ങാനത്ത് അസീസി ധ്യാനമന്ദിരം എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ സ്ഥിരം വചനം പറയാനായിട്ട് പോകുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട് എപ്പോഴും. എൻ്റെ പ്രശ്നമാണിത്. സാധാരണ എന്നെ കേൾക്കാനിരിക്കുന്ന മനുഷ്യരൊക്കെ, പ്രത്യേകിച്ച് അസീസിയിലൊക്കെ വരുന്ന ആൾക്കാർ ഒരു 3-4 കാറ്റഗറീസ് ആൾക്കാരാണ്. ഒരു വിഭാഗം ആൾക്കാർ കുറേ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ജോലിയിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ജോലി ലഭിക്കുന്നില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യത, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ഇപ്പം രോഗങ്ങൾ, അല്ലെ, ഏതെല്ലാം രീതി സഹനങ്ങളുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ മനുഷ്യർ വരാറുണ്ട്. വേറെ ചില മനുഷ്യർ കുറേ നിയോഗങ്ങളുമായിട്ട് വരുന്നു നോക്കാം. അപ്പോൾ അവരത് എഴുതിയിടും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. എല്ലാവർക്കും കുറേ നിയോഗമുണ്ട്, 10-30 നിയോഗമുണ്ട്. കുറച്ച് പേര് ആത്മീയമായൊരു ഉണർവിന് വേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. അപ്പം ഞാൻ ആരോടെ സംസാരിക്കേണ്ടത് എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ വേദനിക്കുന്ന അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയി നിർബന്ധിക്കപ്പെട്ട് വന്നിരിക്കുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവരെ ഒരു 80% ആൾക്കാരും ഈ ടൈപ്പ് ആൾക്കാരാണ്. നമ്മൾ അവരോട് എന്ത് പറയും? നമുക്കവരെ ഒന്നും പ്രബോധിപ്പിക്കാനൊന്നും പറ്റില്ല, മനസ്സിലായോ? അവരൊക്കെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം. ദൈവം ഇടപെടുമെന്ന് നമ്മൾ ബോധ്യം കൊടുക്കണം. അതിനെന്താ കരിസ്മാറ്റിക്കാർ ഞങ്ങൾ ചെയ്യുന്നതൊക്കെയാ? ഒരു സാക്ഷ്യം പറയും, ഒരു വചനം പറയും, പിന്നെ സാക്ഷ്യം പറയിപ്പിക്കും, പിന്നെ പാട്ട് പാടിക്കും. അവർക്ക് ഇരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ മടുക്കും. കാരണം അവർക്ക് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൂ എന്നൊക്കെ. ഞാനിത് എന്നും അനുഭവിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെയൊരു സദസ്സ്
അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ. എനിക്കറിയാം ഇത് വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ്. ഇതങ്ങനെ വാഗ്ദാനങ്ങൾ കുറെ നേടിയെടുക്കാനോ അത്ഭുതങ്ങൾ കാണാനോ വന്നിരിക്കുന്ന ഒരു ദൈവജനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്, പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലഘട്ടത്തിലൊക്കെ. അപ്പം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നോയമ്പ് കാലഘട്ടം നമുക്കറിയാം, അതൊരു മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തിരിച്ചുവരവിൻ്റെയൊക്കെ കാലഘട്ടങ്ങളാണ്. അതിനുവേണ്ടി സഭ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളൊക്കെ. ഈ മാനസാന്തരം എന്ന വാക്ക് പഴയ നിയമത്തിൽ അതിനൊരു ഹീബ്രു വാക്ക് നമുക്കറിയാം, ഹെബ്രായ ഭാഷ എഴുതപ്പെട്ടത്. അതിൻ്റെ കറക്റ്റ് വാക്ക് ഷുബ് എന്നാണ് വാക്ക്. അതിൻ്റെ അർത്ഥം തിരിയുക എന്നർത്ഥം. ഇച്ചിരൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു ടേൺ. നമുക്കറിയാം, ഞാൻ ഇങ്ങനെ പോകുന്ന ഒരാൾ, നേരെ പോകുന്ന ആൾ, യു ടേൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓപ്പോസിറ്റ് എടുക്കാമെന്ന അർത്ഥം. യു ടേൺ എടുക്കാൻ പറയുമ്പോൾ കാര്യം വണ്ടിയെ പോകുന്നവർക്കറിയാം. സോ ബേസിക്കലി മാനസാന്തരം ഇതാണ്, നമ്മൾ പോകുന്ന വഴിയിൽ നിന്നും ഒരു യു ടേൺ എടുക്കുക, നമ്മളൊന്ന് തിരിയുക. 3 തലങ്ങളിലേക്ക് തിരിവ് നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം സമയമുണ്ട് അതുപോലെ പറയാം. 1, ദൈവത്വത്തിലേക്കുള്ള തിരിവ് നടക്കണം. 2, സഹോദരനിലേക്കുള്ള തിരിവ് നടക്കേണ്ടതൊക്കെ. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യരിങ്ങനെ വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവം ഇങ്ങനെ അവരുടെ പിന്നാലെ വന്ന് ഇടപെടുന്നുണ്ട്. നമ്മളൊക്കെ നടക്കുന്ന വഴിയുണ്ട്, നടക്കേണ്ട വഴിയുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടും. ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങോട്ട് വന്നതൊക്കെ, എനിക്ക് പോകേണ്ട അടുത്ത് പോകാനായിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇടും. അപ്പോൾ അതിനെ കൃത്യം കൊണ്ടേയാക്കും. അത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാനാണ്. നമ്മളൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വഴിയേ പോകുന്നവരാണ്. അത് ശരിയാണെന്ന് നമ്മൾ അങ്ങനെ ന്യായീകരിക്കുകയും ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി ഒരു മാപ്പ് വരച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ പറ്റി ഒരു ഗൂഗിൾ മാപ്പുണ്ട്. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്, നമ്മൾ നടക്കേണ്ട വഴി ഏതാണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യതയുള്ള ഒരാളുണ്ട് ദൈവം. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ നടക്കേണ്ട വഴിയാണോ നടക്കുന്നത്, അതോ നമുക്ക് ഇഷ്ടമുള്ള വഴി നടന്നുകൊണ്ട് നമ്മൾ ന്യായീകരിക്കുകയാണോ? നമ്മളെല്ലാവരെ പറ്റി ജെറമ്യാ പ്രവാചകൻ പറയുന്ന പോലെ വ്യക്തമായൊരു പ്ലാൻ ദൈവത്തിനുണ്ട്. പ്ലാൻ എന്താ? നമ്മളെങ്ങനെ ജീവിക്കണം. അപ്പോൾ ഒരു മാപ്പ് ദൈവം വരച്ചിട്ടുണ്ട്. അത് കൃത്യമാണ്, റൂട്ട് മാപ്പ്. കുറേ മനുഷ്യര് ഈ മാപ്പ് തെറ്റിച്ചവരുണ്ട്. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഇപ്പൊ യോനായ്ക്ക് വേണ്ടി ദൈവം ഒരു മാപ്പ് വരച്ചു. എങ്ങോട്ട് പോകാനാ? നിനവേലേക്ക് പോകാൻ വേണ്ടി. യോന വേറെ കപ്പലേക്ക് കയറി. ദൈവം അവന്റെ പിന്നാലെ ഉണ്ട് ചില ചോദ്യങ്ങളുമായിട്ട്. യോന, നീ എവിടേക്ക് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു? നിരന്തരം ബൈബിളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യം അത്. റൂട്ട് മാറിപ്പോയി. ഇങ്ങനെ ഒരു ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങളുമായിട്ട് എപ്പോഴും ഉണ്ട്. നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ നമ്മൾ അതൊന്ന് കേൾക്കാനുള്ള ദിവസങ്ങളാണ് ഇതൊക്കെ. നമ്മളൊക്കെ ഞാൻ അടക്കമുള്ള തിരക്കാണ് നമുക്ക് എല്ലാവർക്കും. നമ്മൾ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം നമ്മൾ മാറ്റി വെക്കുകയാണ്. ഞാൻ പോകുന്ന വഴിയെ ആണോ ദൈവത്തിൻ്റെ വഴി? ഈ വഴി എവിടെ അവസാനിക്കും? നീ എങ്ങോട്ട് പോകുന്നു? എവിടെ അവസാനിക്കും ഈ വഴി? നമ്മൾ നിരന്തരം ചോദിക്കണം. ഹഗ്ഗാർ ഉൽപ്പത്തിയുടെ പുസ്തകങ്ങൾ 16-ാം അധ്യായത്തിലെ സംഭവമൊക്കെ വായിക്കുന്നുണ്ട്. അവൾ മരുഭൂമിയിലേക്ക് അവിടെ കിടന്ന് മരിച്ചു പോവുള്ളൂ, നിരാശപ്പെട്ടു പോയതാണ് സംഭവം. നിങ്ങൾക്കറിയാം, വിശദീകരിക്കണ്ട. ദൈവം അവളെ പിന്നാലെ ചെന്നു. ഹഗ്ഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? റൂട്ട് മാറിപ്പോയവളാ. ദൈവം പിന്നാലെ പോകുന്ന കണ്ടോ? ഈ ഹഗ്ഗാർ വലിയ സംഭവമൊന്നുമല്ല. ആരായിരുന്നു നമുക്കറിയാമല്ലോ. ഒരു വീട്ടിൽ ജോലിക്കുന്ന സ്ത്രീയാ. അവളെപ്പറ്റി പോലും, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ മനുഷ്യനെ പറ്റി പോലും ദൈവത്തിനൊരു കരുതലുണ്ട്. മാഷെ,
നിങ്ങൾ പോകേണ്ട വഴിയെ പോകാത്തപ്പോൾ ഒരു ദൈവം നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്കതിനോട് വേണമെങ്കിൽ നിരാകരിക്കാം, ഒരു നിസ്സംഗത കാണിക്കാം, നമ്മളെ ശരിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റും. കാരണം നമ്മളെ ഒന്നും ഒരു പ്രായം കഴിഞ്ഞാൽ അത് തിരുത്താൻ പറ്റിയല്ല, ആകെ തിരുത്താൻ പറ്റും. ഏറ്റവും ബോറിംഗ് പരിപാടി ഉപദേശിക്കുക. അതൊരു 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വിലയില്ല. പിള്ളേർ ആ പ്രായത്തിൽ നമുക്കറിയാം, അവർക്ക് ഏറ്റവും വെറുപ്പ് ഉപദേശം. പിന്നെ ഇപ്പം ഈ 10-30 വയസ്സായ അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്നാ ഉപദേശിക്കാനാ? അതൊന്നും വർക്കൗട്ട് ചെയ്യില്ല. നമ്മൾ നടക്കേണ്ട വഴിയാണ് നടക്കേണ്ടത്. നോക്കിക്കേ, ശിഷ്യന്മാര് കുറച്ചു പേര് ഈശോയുടെ മരണത്തിന് ശേഷം മാപ്പ് തെറ്റിച്ചു. അവർ ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോയെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചുമ്മാ വായിക്കുക വചനം. ജെറുസലേം ദൈവത്തിന്റെ ആലയമാണ്, അവിടെ ദൈവത്തിന്റെ ആലയമുള്ളത്. ജെറുസലേം കിഴക്കാണ്, അവർ പോയത് പടിഞ്ഞാറോട്ടാണ്. എമ്മാവൂസ് പടിഞ്ഞാറുള്ള സ്ഥലമാണ്. അതിന്റെ അർത്ഥം എന്താ ബൈബിളില്? പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് അവർ പോകുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്, കിഴക്കാണ് ജെറുസലേം ദേവാലയമുള്ളത്. ദൈവത്തിന്റെ ആലയം വിട്ട് അവർ പോവുകയാണ് എമ്മാവൂസിലേക്ക്. അത് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ്. അവർ നിരാശയുള്ള മനുഷ്യരാണ്. അവർക്കൊരു പ്രതീക്ഷയില്ല ജീവിതത്തിൽ. അവർക്ക് ഭയമുണ്ട്, ഗുരുവിനെ കൊന്നവർ ഞങ്ങളെ കൊല്ലുമോ എന്ന്. അപ്പൊ അവരെങ്ങോട്ടാ പോകുന്നത്? ഇരുട്ടിലേക്ക്, എമ്മാവൂസിലേക്ക്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകാം. ഏത്? നിരാശയുടെ സംഭവങ്ങൾ, സഹനങ്ങൾ, തകർച്ചകൾ. ചിലപ്പോൾ അർത്ഥമില്ല ജീവിതത്തിൽ. മനുഷ്യർ പതുക്കെ പതുക്കെ എമ്മാവൂസിലേക്ക് പോകും. ഇരുട്ടാണ്. അവിടെ നമ്മൾ തട്ടി വീഴും, കൂട്ടിയിടിക്കും, ദിശ തെറ്റും. കണ്ടോ? ദൈവം ഇടപെടുന്നു. യു ടേൺ. അവർ തിരിച്ചു നടക്കുകയാണ് ജെറുസലേമിലേക്ക്. ഇതൊരു വേക്കപ്പ് കോളാണ് നമുക്ക് എല്ലാവർക്കും. നമ്മൾ പോകുന്ന വഴി ചങ്കിത്തൊട്ട് തമ്പുരാനോട് ചോദിക്കണം, ഇതാണോ വഴി? നമുക്ക് 100 ന്യായം എനിക്ക് പറയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റും എൻ്റെ വഴിയെപ്പറ്റി, ശരിയാക്കാൻ പറ്റും എനിക്ക്. തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഇത് തന്നെയാണോ ദൈവം ആഗ്രഹിക്കുന്ന വഴി? ഞാൻ മാപ്പ് തെറ്റിയവനാണോ? റൂട്ട് മാറിപ്പോയവനാണോ? ഞാൻ പോകുന്നത് എമ്മാവൂസിലേക്കാണോ ജെറുസലേമിലേക്കാണോ? സമറിയാക്കാരി വർഷങ്ങളോളം മാപ്പ് തെറ്റിപ്പോയവളാണ്. ദൈവം ഇടപെട്ടു, അവൾക്ക് വേണ്ടി പുതിയൊരു മാപ്പ് വരച്ചു. മഗ്ദലക്കാരി മറിയം മാപ്പ് തെറ്റിപ്പോയവളാണ്. സക്കേവൂസ് റൂട്ട് മാറിപ്പോയവനാണ്. നോക്കൂ, അവരെല്ലാവരും ജീവിതത്തിൽ ഒരു യു ടേൺ എടുത്തു. ഈ പുസ്തകം പറയപ്പെടേണ്ടതും വായിക്കപ്പെടേണ്ടതും പ്രഘോഷിക്കപ്പെടേണ്ടതും ഇതിനു വേണ്ടി മാത്രമാണ്. അല്ല 5,000 പേർക്ക് കൊടുത്ത സംഭവങ്ങൾ. എൻ്റെ ഭാഷയിൽ നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ ആവശ്യമൊന്നുമില്ല, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും. രോഗശാന്തി എല്ലാം നടക്കുന്നത് ധ്യാനമന്ദിരങ്ങളിലാണോ? ഞാനിത് ചെയ്യുന്ന ആളായോണ്ട് പറയുന്നു, കാണോ? എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടത്തില്ലേ? അതിൽ 90% സൗഖ്യപ്പെടുന്നത് മനുഷ്യൻ തന്നെയാണ്. ദൈവത്തിന്റെ ഇടപെടലും മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുന്നു. ചില മനുഷ്യർ അവരുടെ കഴിവാന്ന് കരുതുന്നത് വേറെ കാര്യം. ദൈവം ഇടപെടുന്നു. ദാരിദ്ര്യം മാറ്റുന്നത് ദൈവത്തിന്റെ പണിയാണോ? മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റൂടെ? പക്ഷെ മാനസാന്തരം ഏതെങ്കിലും ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. അപ്പൊ അത് മാത്രം സംഭവിക്കാതിരിക്കുകയും ബാക്കിയെല്ലാം ലഭിക്കുന്ന അവസ്ഥയെ പറ്റി അതെങ്ങനെയാണ് ക്രിസ്തീയ ജീവിതമാകുന്നത്? എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഈ ധ്യാനമന്ദിരങ്ങളെ പറ്റി നമ്മൾ പറയുന്നത്, സോറി, നിങ്ങൾ ചിലപ്പോൾ എന്നോട് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രേരണ കിട്ടാതെ ഞാൻ പറയില്ല. അപ്പം നമ്മൾ ഈ ആശുപത്രികൾ കൂടുന്നത് ഡെവലപ്മെന്റിന്റെ അടയാളമൊന്നുമല്ല, ആണോ? അതിന്റെ അർത്ഥം രോഗികൾ കൂടിയെന്നർത്ഥം. അതൊരു ഡെവലപ്മെന്റ് ആണോ? ഒരു പുരോഗമനത്തിന്റെ അടയാളമാണോ ഈ ആശുപത്രികൾ കൂടിക്കൊണ്ടിരിക്കുന്നതൊക്കെ? നോ 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 നോ, സംതിങ് റോങ്. നമ്മളിൽ ഇത്രയൊന്നും ആശുപത്രി പണം ഉണ്ടായിരുന്നില്ല. ഈ ധ്യാനമന്ദിരങ്ങൾ കൂടുന്നതും അപകടകരമാണ്. കാരണം നമ്മുടെ കുടുംബമാണ് ആദ്യത്തെ ധ്യാനമന്ദിരം, പിന്നെ ഇടവകയാണ് ധ്യാനമന്ദിരം. ഇവിടെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു. ഞാനതിനെ കുറ്റപ്പെടുത്തി പറയുമോ? അതിന്റെ നല്ല വശം, ഞാനവിടെ പോകുന്ന ആളാണല്ലോ, അങ്ങനെ പറയുമല്ല. പക്ഷേ നമ്മൾ ഈ പറയുന്നതൊക്കെ ദൈവം എന്നുള്ളത്
ഒരു 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 സമൃദ്ധിയുടെ സുവിശേഷം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പൽ. കാരണം അതിനെ മാർക്കറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഉപകാരമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ജോലി കിട്ടുന്നുണ്ടോ? എനിക്കറിഞ്ഞു കൂടെ കിട്ടുന്നുണ്ടോ? ഇപ്പം ഞാനടക്കമുള്ളവരുടെ പ്രലോഭനം ഇതാണ്, പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുക, സമൃദ്ധിയുടെ സുവിശേഷം. എന്നാ കിട്ടും? അത് എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ പുസ്തകത്തിൽ തമ്പുരാന്റെ പുറകെ പോയിട്ട് ലാഭം ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഈ ലോട്ടി അടിച്ച പോലെ പറയുന്നൊക്കെ, എനിക്ക് കാറ് കിട്ടി, വീട് കിട്ടി, ജോലി കിട്ടി, ഇസൊക്കെ ദൈവം പ്രവർത്തിച്ചു, സമ്മതിച്ചു. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഈ പുസ്തകത്തിൽ ഒരാളുടെ പേര് പറയാം, തമ്പുരാന്റെ പുറകെ പോയിട്ട് ലാഭം ഉണ്ടായത് ഒരാളുടെ പേര് പറയാം. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം വലിച്ചു കീറിയിട്ടുണ്ട് ആദ്യം. അങ്ങനെ ചില മനുഷ്യരുണ്ട്. ദൈവം എപ്പോഴും ലാഭമല്ല. ദൈവത്തിന്റെ വഴിയെ പോകുന്നവർക്ക് നഷ്ടം സംഭവിക്കണം ഈ ലോകത്തിന്റെ ഭാഷയിൽ. അല്ലെങ്കിൽ ദൈവിക വഴിയല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നമ്മൾ പലതിനോട് വേണ്ട എന്ന് പറയണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയല്ല. വീതി കൂടി വഴിയും ദൈവത്തിന്റെ വഴിയല്ല. ആള് കൂടുതൽ ഇടം നമ്മൾ ഒരാഴം ഉള്ളിടത്ത്, അല്ല ആഴം കുറഞ്ഞിടത്ത് ഓളം എന്ന് പറഞ്ഞ് ഈ ആഴം കുറവാണെങ്കിൽ ഭയങ്കര ഓളം ഉണ്ടാവും. ഓളം ഭയങ്കര ഇപ്പൊ നടക്കുന്നതൊക്കെ ആഴം ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, ആഴം കുറവായതുകൊണ്ടാണ്. അപ്പൊ ഈ പുസ്തകത്തില് ഞാൻ കാണുന്നില്ല കർത്താവ് ജീവിച്ച പുസ്തകമാണ്. ലാഭമാണ്, നഷ്ടം ഉണ്ടായോ? തമ്പുരാൻ എന്തുണ്ടായി? നഷ്ടം ഉണ്ടായുള്ളൂ ഈ സുവിശേഷം ജീവിച്ചപ്പോൾ. അപ്പൊ എനിക്ക് ബലമായ സംശയമുണ്ട്, നമ്മൾ കേൾക്കുകയും അല്ലെങ്കിൽ പറയുകയും സുവിശേഷം ഒരു ലാഭത്തിന്റെ സുവിശേഷം, നേട്ടത്തിന്റെ സുവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ ആണെങ്കിൽ അപകടമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ മാർക്കറ്റുള്ളൂ. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെ മനുഷ്യര് വഴിതെറ്റിപ്പോകുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ദൈവം നമ്മുടെ പിന്നാലെ വരും. നമ്മളൊന്നും അല്ല ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നത്, ദൈവം എപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത്. ഇങ്ങനെ ചോദിക്കും, ആദം 3:9 ഉൽപ്പത്തി, നീ എവിടെയാ? ആ ചോദ്യത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. എന്നും സായാഹ്നത്തിൽ പിതാവായ ദൈവത്തിന്റെ കൂടെ നടക്കുകയും സംസാരിക്കുകയും പിതാവിന് വേണ്ടി കാത്തിരുന്ന ആദോ ഹവ്വായും അന്ന് ഒളിച്ചിരുന്നു. എവിടെ? മരച്ചില്ലകൾക്കിടയിൽ. കണ്ടോ? അവൻ വഴി മാറിപ്പോയപ്പോൾ ഉണ്ടായ സംഭവിച്ച കണ്ടോ? ആദ്യം സംഭവിച്ചത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. പ്രത്യക്ഷത്തിൽ എൻ്റെ സഹോദരി, ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ മീശയോ മുടിയൊന്നും പൊഴിഞ്ഞു പോകില്ല. നമുക്കുണ്ടാകുന്ന ആദ്യത്തെ മാറ്റം ഇതാണ്, ദൈവത്തോടും ദൈവീയ കാര്യങ്ങളോടും താല്പര്യം കുറയും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ചില പിള്ളേരെ പറ്റിയൊക്കെ ഈ 8ലും 9ലൊക്കെ പഠിക്കുമ്പം ഓൾട്ടർ പോയി സൽത്താര പാർക്കിൽ നേരത്തെ 5:30 പള്ളി വരുന്ന പിള്ളേർക്ക് എനിക്കറിയാം. ഇവരൊരു 10ാം ക്ലാസ് +1 +2 പിന്നെ ഈ പിള്ളേർ പള്ളിയില്ല. നമുക്കറിയാം ആ പ്രായത്തിൽ കൂട്ടുകളും എവിടെയൊക്കെ ചെന്നെന്നും എന്തൊക്കെ കാണുന്നു നമുക്കറിയാമല്ലോ. മൊബൈലും ഉണ്ട് കയ്യിൽ. ഇവരെവിടെ പോയി? അൾത്താരെ നിന്ന പിള്ളേരാണ്. ഇന്ന് പള്ളിയിൽ പോലും ഇല്ല. കണ്ടോ? അതെന്നാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അച്ഛാ ഒന്നും പഠിക്കത്തില്ല അച്ഛാ. 9ാം ക്ലാസ് വരെ ടോപ്പായിരുന്നു അച്ഛാ. ഇന്ന് ഞാനൊരു 2 പിള്ളേരെ കണ്ടു ധ്യാനത്തിന് വന്നവരെ. ഞാൻ അവിടുന്ന് വരുന്നത്. അച്ഛാ 9ാം ക്ലാസ് വരെ ടോപ്പായിരുന്നു അച്ഛാ പഠിക്കാനായിട്ട്. അച്ഛാ എന്തോ ബാധ അച്ഛാ, മുറി അടച്ചിരിക്കുക, മൊബൈലും കയ്യിലുണ്ടെന്ന് പറയുന്നത്. അവർക്ക് അത്രേ പറയാൻ അറിയത്തുള്ളൂ. ഇപ്പൊ പള്ളിയിലും പോയില്ല. അവൻ 5-6 കൊല്ലം പള്ളി അൽത്താര പാലത്തിലുണ്ടായിരുന്ന പയ്യനാ. പള്ളിയിൽ ഓർഗം വായിച്ച പയ്യനാ. കുർബാനയ്ക്കൊക്കെ അതിന് താല്പര്യമില്ല. അവർ പറയുന്നത് എന്തോ ബാധയാണെന്ന് പറയുന്നതൊക്കെ കണ്ടോ? ഒരു മറ, ഒരു കട്ടൻ വീഴും. സക്കേവൂസ് സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറി ചില്ലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. എന്തിനാ ഒളിച്ചിരിക്കണേ? എന്തോ മറയ്ക്കാനുണ്ട്. അവനറിയാമ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, യോഗ്യത കുറവുണ്ട്. ഈ മരച്ചില്ലകൾ ഒടിച്ചു കളഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാൻ ദൈവം തരും ദിവസങ്ങളാണ് ഇതൊക്കെ. ഞാൻ നഗ്നനാണെന്നുള്ള ബോധ്യമുണ്ടായാൽ അതൊരു തിരിച്ചറിവാ നമുക്ക്. ഇത് സംഭവിക്കണം. ഇതാണ് ഷുപ്പ് എന്ന വാക്കിന്, ഇതാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നതൊക്കെ. തിരിയുക ദൈവത്തിലേക്ക്.
മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ സംഭവം വായിക്കുന്നുണ്ട്. ഇപ്പം എല്ലാം എടുത്ത് വായിക്കുന്നില്ല. ഇപ്പം അങ്ങനെ ഒരു ധ്യാനത്തിൻ്റെ ഇതിലല്ല പിന്നെ ഓരോന്ന് പറഞ്ഞെടുത്ത് വായിക്കാത്ത. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈശോ ഇങ്ങനെ വഞ്ചിയിൽ ശിഷ്യന്മാരോട് സഞ്ചരിക്കുന്നു. നമുക്കറിയാം സംഭവിച്ച കാര്യമൊക്കെ. കടൽ ശോഭിച്ചു. ശിഷ്യന്മാർ കടന്ന് കരയുകയാണ്. അമരത്ത് ഈശോ ഉറങ്ങുകയായിരുന്നു പറയുന്നത്, വചനം പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗമാണ്. ശിഷ്യന്മാർ ഈശോയെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് ഈശോ ചെയ്ത് സുശേഷം 3 പേര് 3 തരത്തിലാണ് പറയുന്നത്. ഒരാൾ പറയുന്നു ഈശോ കാറ്റിനെ ശാസിച്ചു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കടൽ ശോഭിക്കാൻ കാരണം കടലിലെ വെള്ളമല്ല, കാറ്റാണ്. ഈ കാറ്റ് വീശുന്നത് കൊണ്ടാണ് കടൽ ശോഭിക്കുന്നത്. അവൻ കാരണത്തെയാണ് ശാസിച്ചത്, കടലിനെ അല്ല. ആദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിപ്പോയൊരു ക്രിസ്തു ഉണ്ടാകാം. എപ്പോഴാണ് ഈ ഉറങ്ങിപ്പോകുന്നത്? വണ്ടിയൊക്കെ ഓടിക്കുമ്പം മുമ്പിരിക്കുന്നവർ പറയാറുണ്ട്, കൂടെ ഉറങ്ങാൻ അവിടെ പോയിരിക്കരുത് കേട്ടോ. കാരണം ഓടിക്കുന്ന ആൾക്ക് അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങിയാൽ ഉറങ്ങാനുള്ള പ്രലോഭനം കൂടുതലാണ്. ശരിയാണല്ലോ. ഈ മുമ്പിരിക്കുന്ന ആൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം, എന്നാലേ ഉള്ളൂ ആ പുള്ളി ഉണർവുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആരും ഇരുത്തുവാണെങ്കിൽ ഞാൻ ഉറങ്ങാത്ത ആളാണ്, നീ മുമ്പിൽ ഇരുന്നു, നമ്മളങ്ങനെ ഇരുത്തും. കാരണം അപ്പം ഈ ഓടിക്കുന്ന ആൾക്കൊരു സപ്പോർട്ടാണ്. അല്ലാതെ ഈ വണ്ടി ഓടിക്കുന്ന ആൾ അവിടെ ഇരിക്കുന്നത്, ഒരാൾ കൂട്ടിന് പോയി ആളിങ്ങനെ തൂക്കിട്ടിരുന്ന ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോൾ അയാളും തൂങ്ങും. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം മട്ടലും പോയി കയറും. സാന്നിധ്യം, സാമീപ്യം, സംസാരം ഇതൊരാളെ ഉറക്കില്ല. ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം കുറയുമ്പോഴാണ് ദൈവം ഉറങ്ങിപ്പോകുന്നത്. ദൈവത്തെ ഉണർത്താനുള്ള ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിൽ. ചില കാറ്റും കോളും ഒക്കെ ജീവിതത്തിൽ ദൈവം ഉറങ്ങുന്ന കൊണ്ടാണ്. ഇനി ദൈവം ഉണർന്നിരിക്കുന്നവനാണെങ്കിൽ കാറ്റും കോളും ഉണ്ടായാലും നിങ്ങൾ കരയില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ട്. സഹനമൊക്കെ ഉണ്ട് ജീവിതത്തിൽ, കഷ്ടപ്പാടുമുണ്ട്, വേദനയുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്, ഉണർന്നിരിക്കുന്നവൻ. ആൻഡ് വേർ ആർ യു ഫോക്കസിങ്? നമ്മൾ സഹനത്തിലേക്കാണ് നോക്കുന്നത്, കടലിലേക്കാണ് നോക്കുന്നത്, ശക്തിയുള്ള കടലിനെ ശാന്തമാക്കാൻ കഴിയുന്ന ദൈവത്തിലേക്കാണ് നോക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അറിയോ? നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കും. പ്രശ്നങ്ങളൊക്കെ നോക്കിയാൽ ഒരു സോൾവോ അതിനൊരു പരിഹാരമൊന്നുമില്ല. അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഏത് പ്രശ്നമാണെങ്കിലും അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ നോക്കേണ്ടത് പരിഹാരത്തിലേക്കാണ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം. ഇത് ദൈവത്തെ ഉറങ്ങിക്കിടക്കുന്ന, നിർജീവാവസ്ഥയിലുള്ള, സജീവമല്ലാത്ത, ഞാൻ പരിഗണിക്കാത്ത കൊണ്ടും ശ്രദ്ധിക്കാത്ത കൊണ്ടും ഉറങ്ങിപ്പോയ ഒരു ദൈവത്തെ ഉണർത്താനുള്ളൊരു വിളിയാണ്. ഈ ആഫ്രിക്കൻ ട്രൈബുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ച് അറിയോ എനിക്കുള്ളൂ. ഒരു ട്രൈബിൽ ഇങ്ങനത്തെ ഒരു, നമുക്കറിയാം ആദിവാസികളുടെ പറഞ്ഞ കാട്ടിലൊക്കെ താമസിക്കുന്ന മനുഷ്യർ, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവരൊക്കെ ഒരു 10, 30, 40 പേരെ കൂടി ഒരു വില്ലേജ് ആയല്ലോ, ഒരു ഊരെന്നൊക്കെ പറയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അവർക്ക് ചെറിയൊരു ദേവാലയമുണ്ട്, അവരുടേതായ ദേവനൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിലെ മൂപ്പൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഒരു 40 പേരെന്ന് പറയും വില്ലേജ് ഉള്ളത്. ഈ 40 പേർക്ക് വേണ്ടി 40 വഴി കൊടുക്കും, പള്ളി പോകാൻ വഴി. കുറച്ച് കഴിയുമ്പോൾ വഴിയെല്ലാം ഒന്നാവും. എന്നാലും ഒരു 100 മീറ്ററെങ്കിലും ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു വഴി കൊടുക്കും. അയാൾ അതിലേ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 30, 40 പേര് വില്ലേജ് തുടങ്ങി 40 വഴിയുണ്ട്. ഈ വഴിയെല്ലാം വന്ന് മെയിൻ വഴി വരും. പക്ഷേ 50, 100 മീറ്ററെങ്കിലും തനിക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ആ വഴി കൂടെ നടക്കണം. ആ വഴി നടക്കണം നിർബന്ധമായിട്ടും. പിന്നെ ഒരുമിച്ച് പോകാം. ഇങ്ങനെ 6 മാസം, 8 മാസം, 10 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ ഒക്കെ മൂപ്പൻ ഓരോരുത്തരുടെ വഴി നോക്കും. ചിലരുടെ വഴിയിൽ ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. എന്താ അർത്ഥമാക്കുന്നത്? കൃത്യതയോടും നിഷ്ഠയോടും കൂടെ ഇയാൾ എന്നും ഈ വഴി നടക്കുന്നു, പള്ളി പോകുന്നുണ്ട്. വഴി നോക്കിയാൽ മതി. വേറെ ചിലരുടെ വഴിയിൽ ഒരു മുട്ടര പൊക്കത്തിൽ പുല്ലൊക്കെ മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 1.5 മാസമായിട്ട് ഇതിൽ നടപ്പില്ല. നമ്മുടെ ചേട്ടൻ പള്ളി പോയിട്ടില്ല, ആരാണെങ്കിലും.
വേറെ ചിലരുടെ വഴി നോക്കുമ്പോൾ പടിപുറസ്റ്റൊക്കെ നിൽക്കുക, മരങ്ങളൊക്കെ ആയി എന്ന് പറഞ്ഞാൽ പുള്ളി പള്ളിയിലേ പോയിട്ടില്ല അടുത്ത കാലത്തേക്ക്. വഴികൾ നോക്കുമ്പോൾ അറിയാം ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന്. നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുന്നത് നല്ലതാ. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ഈ ദൈവമായിട്ട് എന്നെ ബന്ധപ്പെടുത്തുന്ന വഴികൾ, ഇതൊരു പള്ളി മാത്രമല്ല, കുടുംബ പ്രാർത്ഥനയായിരിക്കാം, കൂട്ടായ്മയായിരിക്കാം, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമായിരിക്കാം. ഇതിലൊക്കെ നമ്മുടെ ശുഷ്കാന്തി കുറവ് കാരണം, മടി കാരണം, താല്പര്യമില്ലായ്മ കാരണം പുല്ലുമുളച്ചോ കാടായോ വൃക്ഷങ്ങളായോ ഒരു നടപ്പ് ആരംഭിക്കാനുള്ള ക്ഷണമാ ഈ നോയമ്പ് കാലഘട്ടം. ഈശോയുടെ 3 പതിവുകളെപ്പറ്റി നിങ്ങൾ വായിച്ചിട്ടുണ്ട് സുവിശേഷത്തിൽ. അവൻ ദൈവമായിരുന്നിട്ടും അവൻ തെറ്റിക്കാതെ നിഷ്ഠയോടെ ചെയ്ത 3 പതിവുകളുണ്ട്. ഒന്ന്, ആ വാക്ക് ബൈബിൾ അങ്ങനെ പറയുന്നത്, അവൻ എന്നും പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്കോ ഏകാന്തതയിലേക്കോ പോകുമായിരുന്നു. അത് അവൻ്റെ ശീലമായിരുന്നു. അവൻ ആ വാക്ക് തന്നെ പതിവ് പോലെ, അതവൻ്റെ പതിവായിരുന്നു. 2, അവൻ സിനഗോഗിൽ വചനം വായിച്ചു വ്യാഖ്യാനിച്ചിരുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുമായിരുന്നു. ദൈവപുത്രനെന്ന് ഓർത്തോണം. 3, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയത് ഇങ്ങനെ. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വഴി, ജീവിതം. നമുക്ക് ദൈവജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതശൈലി ഉണ്ടാകണം. നമുക്കൊരു പതിവുണ്ടാകണം നമ്മുടെ വീട്ടിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന സമയം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. നിങ്ങൾ നോക്കിക്കോ, തകർക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളുടെ പിന്നിലും ആട്ടിയിറക്കപ്പെട്ട ഒരു ദൈവമുണ്ട്. അത് പെട്ടെന്ന് നിന്റെ ഷോക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം ഈ ചില ഭക്ഷണം കഴിക്കുന്ന പോലെയാ. നമുക്കത് തോന്നിയത്, നമുക്ക് ഉമ്മ എല്ലാം വലിച്ചു വാരി അതും ഇതൊക്കെ തിന്നുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിൽ നാടൊന്നും പോയല്ല. നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും, കഴിക്കാൻ നമുക്ക് തോന്നും. പക്ഷേ ഈ കഴിക്കുന്നത് അതിൽ നാളെ കഴിക്കുകയല്ല. അതിന് ഇഫക്റ്റ് നാളെ ഒന്നും ഉണ്ടാവില്ല, ഒരു വർഷം കഴിഞ്ഞാലും ഉണ്ടാകില്ല. അല്ല 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇഫക്റ്റ് വരുന്നത്. അല്ലെ ആ ശീലത്തിൻ്റെ, ബീഡി വലിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യം കഴിക്കുമ്പോൾ ലിവർ സിറോസിസ് വരുമോ? നോ. അത് പതുക്കെ വരുന്നതൊക്കെ, പിന്നെ ഊരിപ്പോരാൻ പറ്റില്ല. ഇതുപോലെയാണ് ദൈവാനുഭവങ്ങളും. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ചിന്തിക്കും. നമ്മൾ ഒരാഴ്ചയായാലും കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഇത് കണ്ടു വളരുന്ന മക്കളുണ്ട്. നമ്മൾ കൊടുക്കേണ്ട മാതൃകയുണ്ട്. നമ്മൾ എത്ര പേര് ഈ സ്വർണവും സ്ത്രീധനവും സമ്പത്തും കൊടുക്കും? എത്ര പേര് ഈ ദൈവത്തെ കൊടുക്കുന്നുണ്ട് സമ്പത്തായിട്ട്? മാഷെ, സ്വർണം പോകാൻ അതി സമയം വേണ്ട, സമ്പത്ത് പോകാൻ ഒരു ദുശീലം മതി. സമ്പത്ത് പോകാനായിട്ട് പോരെ, വാരിക്കോരി കൊടുത്തിട്ട്. പക്ഷെ ദൈവം നമ്മൾ കൊടുക്കാറുണ്ടോ? നമ്മളെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ നമ്മൾ തിരിയേണ്ട 2ാമത്തെ മേഖല ദൈവത്തിങ്കിലേക്കാണ്. യെശയ്യായുടെ പുസ്തകം 52:1 എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു വചനമാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? സിയോനെ ഉണരുക, എണീക്കുക, ശക്തി പ്രാപിക്കുക. ദിസ് ഈസ് എ സീസൺ ഫോർ ദാറ്റ്. ഉണരാൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2 വാക്കുകൾ, ഉണരുക, എണീക്കുക. 2 വെർബ, 2 ക്രിയകളാണ്. ഞാൻ പറയാം. ഞാൻ ഇച്ചിരി നേരത്തെ എണീക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ അലാം വെക്കും. 4 മണിക്ക് വെച്ചിട്ടുണ്ട് അലാം. ഞങ്ങൾക്ക് 5 മണിക്ക് എണീറ്റാൽ മതി. 5 മണിക്കാണ് ഉണർത്ത് ബെല്ലൊക്കെ അടിക്കുന്നത്, അങ്ങനെയാണ്. പക്ഷെ ഞാൻ 4 മണിക്ക് വെച്ചിട്ടുണ്ട്. ഈ ഞാൻ തന്നെ എൻ്റെ മൊബൈലിൽ 4:15 വെച്ചിട്ടുണ്ട്, 4:30 വെച്ചിട്ടുണ്ട്, 4:45 വെച്ചിട്ടുണ്ട്. പിന്നെ 5 മണിക്ക് വരെ ഉണ്ടല്ലോ. ചില ദിവസം ഞാൻ താമസിച്ച് കിടക്കാൻ പോകും. ചില ദിവസം എനിക്ക് എണീക്കാൻ മടിയുണ്ട്. പക്ഷെ 4 മണിക്ക് അലാം അടിക്കും. ഞാൻ പുതപ്പൊക്കെ മാറ്റി ഒന്ന് ഞെക്കും. പിന്നെ 15 മിനിറ്റ് നേരത്തേക്ക് ഉറങ്ങാം. അതൊരു പ്രത്യേക സുഖം അങ്ങനെ ഉറങ്ങാനാണ്. അങ്ങനെ ഉറങ്ങിയതൊക്കെ അറിയാം ഉറക്കം. നമ്മൾ ഉറങ്ങുന്നൊന്നും ആസ്വദിക്കാറില്ല. നമ്മൾ 10:30 ഉറങ്ങും, നേരം വിളിക്കും എണീറ്റു ഉറങ്ങിയെന്ന് എന്നാ തെളിവ്? ഇത് അങ്ങനെയല്ല. ആസ്വദിച്ച് 15 മിനിറ്റ് വെച്ച് ഞെക്കുക, ഉറങ്ങുക. അത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഞാനത് ചെയ്യാറുണ്ട്. കയ്യിൽ നിന്ന് പോയേക്കറ, അടുത്തെല്ലാം വെച്ചേക്കണം. 4 മണിക്ക്
ഉണർന്നു, പക്ഷെ എണീറ്റിട്ടില്ല. മനസ്സിലായല്ലോ? 4:15 ഉണർന്നു, ഉണർത്തുപാട്ട് പാടി, എണീറ്റിട്ടില്ല. 4:45 ഉണർന്നു, എണീറ്റിട്ടില്ല. സിയോനെ, നീ ഉണർന്നാൽ പോരാ, എണീക്കണം. ഇതൊരു ഉണർത്തുപാട്ടാണ്. ശരിക്കറിഞ്ഞൂടെ എത്ര പേര് എണീക്കുന്നു? ഇതൊരു ഉണർത്തുപാട്ടാണ്. തമ്പുരാന്റെ വചനം ഒരു ഉണർത്തുപാട്ടാണ് നമുക്ക്. നമ്മൾ ആരും ഇവിടെ ഇരുന്ന് കസേര എണീക്കലല്ല. നമ്മൾ വീണുപോയ ചില പന്നിക്കുഴികളുണ്ട്, ധൂർത്തപുത്രനെ പോലെ. ധൂർത്തപുത്രൻ അവിടെ കിടന്ന് ഒരു ഉൾവിളി കിട്ടി, എന്റെ പിതാവിന്റെ ഭവനം, വീട്. ഇന്ന് മഴക്കാറ്, നാളെ പോവാം. പിന്നെ അവിടെ കടന്നു. പിറ്റേ ദിവസം വീണ്ടും ഒരു ഉണർത്തുപാട്ട്, എന്റെ വീട്, എന്റെ അപ്പൻ, ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ തവിട് ഇന്നുകൂടെ കഴിച്ചേക്കാം. ഉണർത്തുപാട്ട് കുറെ ദിവസം കേൾക്കുന്നു, പോരാ. ഉണർത്തുപാട്ടിന് കുറവില്ല. യൂട്യൂബ് എടുത്താൽ മതി, ഉണർത്തുപാട്ടുണ്ട്. എത്ര പേര് എണീക്കുന്നുണ്ട്, ഈ യൂട്ടേൺ എടുക്കുന്നുണ്ട്, തിരിവ് നടത്തുന്നുണ്ട്. അതാ സംഭവിച്ചില്ലെങ്കിൽ ഇത് വെറുതെയാണ് ഈ സംഗതികൾ. കാരണം ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. അവന് തീ പോയ പിന്നെ അതിന് കാര്യമൊന്നുമില്ല. അതിങ്ങനെ രസിപ്പിക്കാനും സുഖിപ്പിക്കാനും ആളെ കൂട്ടാനും അതിനുള്ള പരിപാടിയുള്ളത്. ഇത് അധികം പേർക്ക് പറ്റില്ല. പക്ഷെ കേൾക്കുന്നവരും പറയുന്നവരും ഓർത്തോണം, ഇത് നിങ്ങളെ കത്തിക്കും. കേട്ടവർ പറഞ്ഞതൊക്കെ എന്തുമാത്രം അറിയോ? ഓരോ മനുഷ്യരുടെ ജീവിതമാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം, അതിലേക്ക് വരാം നമ്മൾ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ളൊരു ആഹ്വാനം നമുക്ക് തരുന്നു. ഓക്കെ, വചനം ഉണരണം, നമ്മൾ പോരാ, എണീക്കണം. ഈ രാത്രിയിൽ ദൈവം നിങ്ങളുടെ ബോധ്യതലത്തിൽ പ്രവർത്തിക്കും. ഞാൻ എണീക്കേണ്ട വഴികൾ ഏതൊക്കെയാണ്? ഇത് സംഭവിച്ചെങ്കിലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. ഓർത്തു നോക്കി, നിങ്ങൾ എവിടെ നിന്നെല്ലാം വരുന്നവരെ, ദൂരെ നിന്നൊക്കെ. ഇന്ന് ഞാൻ, നാളെ വേറൊരാള്, അടുത്ത കൊല്ലം വേറെ ആരും. ഈ ഉണർത്തുപാട്ടിനൊന്നും കുറവൊന്നുമില്ല. ഇതിന് തത്തുല്യമായ ഒരു എണീക്കൽ അത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. എന്തു ആകട്ടെ, ഞാനിപ്പോൾ അതൊന്നും വലിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ട തിരിവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാം ഭൗതിക നേട്ടങ്ങൾ, അതെല്ലാം നമുക്ക് തന്നെ അപകടകരമായിട്ട് തീരും. ഞാൻ പണ്ടൊരു മനുഷ്യൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബോറടി മാറ്റാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയാം. അല്ലെ എന്നെ എടുക്കണേ, എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല, പോട്ടെ. ഞാൻ നേരത്തെ ആയതൊരു ആശ്രമത്തിൽ എല്ലാ ദിവസവും പള്ളി വരുന്ന ആളാണ്. കുർബാനയുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ മാറി മാറി കുർബാന ചൊല്ലും. അയാൾ എന്നും ഈ സങ്കീർത്തിലേക്ക് വരും. അച്ഛന്മാർ ഉടുപ്പിക്കുന്ന സ്ഥലത്തേക്ക് വരും. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കണം, അയാളെ കാണുമ്പോൾ നമുക്കറിയാം ഇതിനു വേണ്ടിയാണെന്ന്, എന്നാലും ഓർമ്മിപ്പിക്കേണ്ട. അച്ഛാ, എൻ്റെ ഭാര്യയുടെ ജോലി, എൻ്റെ കട. അതെന്നറിയോ, 8 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഇങ്ങനെ കിട്ടും, ഗവൺമെൻറ് അങ്ങനെ ചിലരൊക്കെ അങ്ങനെ ഒരു തടഞ്ഞു വെക്കുമല്ലോ, പതുക്കെ കൊടുക്കുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ പലിശ കൊടുത്തോണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ 8 വർഷമായിട്ട് ജോലി ചെയ്യുക, സ്കൂളിൽ പഠിപ്പിക്കുക, ശമ്പളം കിട്ടിയിട്ടില്ല, പോയിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് വേണം ഇയാൾക്കൊരു കട തുടങ്ങണം. അത് ഇയാൾ വലിയ ആഗ്രഹമാണ്. ഇത് രണ്ടും നടന്നിട്ടില്ല. അപ്പം എന്നും ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്, അച്ഛാ ഞങ്ങൾ ചേട്ടാ എനിക്കറിയാം, കാണുമ്പോൾ പറയും ഓക്കെ ഓക്കെ എന്ന് പറയും. പുള്ളി ഓർമ്മിപ്പിക്കും എപ്പോഴും വന്നു. അപ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് ഒരു ഓർത്ത്, കാരണം അയാൾ എന്നിട്ട് ഇവിടെ ഇരിക്കും മുമ്പിൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തിയെ കാണും, ആ വ്യക്തി പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും വഴി, ഇയാൾ എത്ര നാളായി പ്രാർത്ഥിക്കും, എത്ര നാളായി, നമ്മൾ 2 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കും ഇയാളെ. എന്നും ഇന്ന് യോഗം പറഞ്ഞ് പള്ളി വരും, എല്ലാ ദിവസവും പള്ളി വരും കേട്ടോ, മുമ്പിൽ വന്നിരിക്കും, നേരത്തെ വരും. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയും പലരുടെ പ്രാർത്ഥനയായിരിക്കാം. അയാൾക്ക് ഈ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടി. അത് നല്ല എമൗണ്ട് കിട്ടുമല്ലോ, എനിക്കൊന്ന് ഒരു 40 lakhs 50 എത്ര കിട്ടി. കുറേ വർഷത്തെ ശമ്പളമല്ലേ, ഹൈസ്കൂളോ +2 അധ്യാപകം കണ്ട. അങ്ങനെ ഈ പുള്ളിക്കാരൻ ആ പൈസയും കൊണ്ട് ഒരു കട തുടങ്ങി. കട ആ സ്ഥലത്ത് പ്രത്യേക കട തുടങ്ങി. ഞാനാണ് വെഞ്ചരിക്കാനൊക്കെ പോയത്, സന്തോഷമായി. കട 1 തുടങ്ങി, ഗംഭീര വിജയമായിരുന്നു. കട 2 തുടങ്ങി, അത് ഞാൻ വെഞ്ചരിക്കാൻ പോയത്. കടയൊക്കെ തുടങ്ങി ഒരു ശമ്പളമൊക്കെ കിട്ടി ഒരു 2-3-4 മാസം കഴിഞ്ഞ പിന്നെ ഈ പുള്ളിയെ പള്ളി കാണാനില്ല. പിന്നെ എപ്പോഴെങ്കിലും വഴി വെച്ച് കാണുമ്പോൾ പുള്ളി എന്നെ കൈവെക്ക് കാണിക്കുക, ചോ തിരക്കാണ്, കട പൂട്ടും 10:30 പിച്ച നേരത്തെ പോണച്ചാ, അതുകൊണ്ട് പള്ളി വരാൻ, അതുകൊണ്ട് കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തേ, നല്ലൊരു വിശ്വാസിയായിരുന്നു,
പള്ളി വന്നുകൊണ്ടിരുന്ന ആളാ. നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ആ പുള്ളിയെ പള്ളിക്ക് പുറത്താക്കി. ആ പുള്ളിക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ ആ പുള്ളി പള്ളി വന്നേനെ. അല്ലയോ? നമ്മളെല്ലാവരും അതിന് പഴിഞ്ഞ അല്ലെ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ജോലിയും കൊടുത്ത് പള്ളിയും പോയി, തിരക്കായിപ്പോയി. നമ്മുടെ സമ്പത്തും നമ്മുടെ സമൃദ്ധിയും നമ്മുടെ നന്മകളും ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചോ അതോ അകന്നു പോകാൻ കാരണമായിട്ട് തീർന്നോ? നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും പണം അത് സൂക്ഷിച്ചില്ലെങ്കിൽ വലിയൊരു തിന്മയായിട്ട് ബൈബിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. കാരണം അതിങ്ങനെ മനുഷ്യനെ നശിപ്പിക്കാൻ ഭയങ്കരമായ പ്രലോഭനമുള്ള സംഗതിയാണ് പണം. അതൊരു സംശയ കാര്യത്തിലില്ല. ഇപ്പം യൂറോപ്പിൽ അവരെന്തിനാ പള്ളി പോണേ? പള്ളി പോണില്ല, എന്തിനാ പോകുന്നത്? ഇപ്പം അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, പ്രായമായ ഗവൺമെന്റ് നോക്കും. പിന്നെ എന്തിനാ ദൈവം? എനിക്ക് പേടിയാ. എന്നറിയോ? ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടിയാൽ, എല്ലാവർക്കും വീടായാൽ, എല്ലാവർക്കും ഇൻഷുറൻസും ആയാൽ ചിലപ്പം നമ്മുടെ പള്ളിയൊക്കെ പൊട്ടേണ്ടി വരും. അല്ലാതെ തന്നെ എണ്ണ കുറയുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ ഈ 40 താഴെയുള്ള ആൾക്കാരെ കാണണമെങ്കിൽ പണ്ട് ഈ സിംഹവാലം കുരങ്ങനെ പറയും വംശാശം സംഭവിച്ച പോലെയാ, കാണാനില്ല. 40 മുകളിലേക്ക് ഉള്ളൂ ആൾക്കാർ. ഇവരെവിടെ പോകണമെന്ന് പറഞ്ഞുകൂടാ. എല്ലാവരും പുറത്തൊന്നുമല്ല, ഇത് പുതിയ പ്രതിഭാസമാണ്. കുറേ പേര് വിദേശത്തേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. പണം വേണം, ജോലി വേണ്ടതെന്നും പറയുന്ന ആളല്ല ഞാൻ. ഈ ദാനമായിട്ട് കിട്ടിയതൊക്കെ നമ്മളെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചോ അകറ്റിയോ? എൻ്റെ ചോദ്യം അത്രയോ. അകറ്റുന്നതാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. വല നിറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ കേട്ടോ, വലയറിയിട്ടിട്ട് പുള്ളി തമ്പുരാന്റെ പുറകെ പോയി. ദാനങ്ങളല്ല എനിക്ക് വേണ്ടത്, ദാതാവിനെയാണ് വേണ്ടത്. നമുക്ക് കിട്ടിയ ദാനങ്ങളൊക്കെ ദാതാവിനെ മറക്കാനും, ഒരല്പം അകൽച്ചയൊക്കെ ആയാലും കുഴപ്പമില്ല, പുള്ളിയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ മാർഗത്തിൽ വഴി മാപ്പ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ഒരു യൂ ടേൺ ദൈവത്തെങ്കിലേക്കാകട്ടെ. 2, അതും ഒരു ചോദ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യമാണത്. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യമാണ് കായലിനോട്. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഉത്തരം കണ്ടെത്തണം. നിന്റെ സഹോദരൻ എവിടെ? ഞാൻ അതിലേക്ക് വരാം. ഞാൻ വായിച്ചത് അങ്ങനെ ഒരു ദൈവവചന ഭാഗം വായിച്ചു തുടങ്ങിയതൊക്കെ. ഞാൻ അതിലേക്ക് വരാം പതുക്കെ. നമുക്ക് 1.5 മണിക്കൂർ സമയമുള്ളത്. എനിക്ക് 8:45 വരെ സമയം തന്നിരിക്കുന്നത്. പക്ഷേ 8:40 ഞാൻ നിർത്തും. 5 മിനിറ്റ് മുമ്പേ ഞാൻ നിർത്തുള്ളൂ. 5 മിനിറ്റ് മുന്നോട്ട് പോയില്ല. എനിക്ക് 8:45 പക്ഷെ 40 ഞാൻ നിർത്തും. ആ ടെൻഷൻ വേണ്ട. അച്ഛൻ ഇങ്ങനെ പോയാൽ അവിടെ തീരുന്നുള്ളൂ, പേടിക്കണ്ട. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ 8:40 ഞാൻ പിതാവിനും പുത്രനും വെക്കും. അത് എവിടെ ഏത് പോയിന്റാണ് നിർത്തും. ഞാൻ ഇടിച്ചൊക്കെ നിർത്തും. അപ്പോൾ അത് പേടിക്കണ്ട. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ 1.5 മണിക്കൂറൊക്കെ ഒരു ടൂ മച്ചാണ്. ഒരു 8 മണി കഴിയുമ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടും. ഓക്കെ, സോ ദാറ്റ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എപ്പോഴും. അത് പാട്ട് ഇപ്പം അത്ര എളുപ്പമല്ല കേട്ടോണ്ടിരിക്കാൻ. എന്നാലും ഓക്കെ, സോ നമ്മളിലേക്ക് വരാം. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമ്മളൊരു പാട്ടൊക്കെ പാടും. ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ ആഗ്രഹം ആത്മീയ മനുഷ്യനാകണം, ദൈവിക മനുഷ്യനാകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഇംഗ്ലീഷിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയും, ആത്മീയത അല്ലേ, അല്ലെങ്കിൽ ദൈവിക മനുഷ്യർ, ദൈവികതയുള്ളവർ. ഞാനിത് കുറേ നാൾ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എന്താണ് ഈ ദൈവികത, എന്താണ് ഈ ആത്മീയത, ആർക്കാണ് ആത്മീയത ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുക? അത് ചെക്ക് ചെയ്യേണ്ട സമയം കൂടിയത്. ശരിക്കും ഒരു സ്പിരിച്വൽ മാനാണോ? നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഐദർ ഒരു വേൾഡ്ലി ഭൗതിക മനുഷ്യരായി ജീവിക്കുക, അത് അങ്ങനെ 2 ആൾക്കാർ ലോകത്തിലുള്ളൂ. ഭൗതിക മനുഷ്യരായിട്ട് ജീവിച്ച് മരിച്ചെന്ന് പറയരുത്, പിന്നെ അത് വേറെ വാക്ക്, അത് അതിൻ്റെ അർത്ഥമുണ്ട്. ഭൗതിക മനുഷ്യരായിട്ട് ജീവിക്കുന്നവർ, ആത്മീയമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവർ, പൂർണ്ണത നമുക്ക് ആർക്കും ഇല്ല. അപ്പം എന്താണ് ഒരു ആത്മീയത? നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ആർക്കും ആത്മീയത ഉള്ളത്? സാധാരണ നമ്മുടെ ആത്മീയത എന്ന് പറയും, അതായത് ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ
കൾച്ചറും ഇതൊക്കെ വരുന്നതിനകത്ത് എനിക്ക് നിങ്ങളെപ്പറ്റി അജ്ഞത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, കഴുത്തേൽ കൊന്ത കിടപ്പുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ഓരോ കാലത്തിൽ ഓരോ നേർച്ച, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ പൊതുവേ പറയും. ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇവരൊക്കെയാണ് ആത്മീയതയുള്ള മനുഷ്യരാട്ടോ. നല്ല ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്, എല്ലാം ചിട്ടയായിട്ട് ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ അതിനെ ആത്മീയം എന്ന് പറയരുത്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ടും നിഷ്ഠയായിട്ടും ചെയ്യുമ്പോൾ ആയിത്തീരേണ്ട ഒരു പ്രതിഭാസമുണ്ട്. അതാണ് ആത്മീയത. അതാകാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഭക്തിയാണ്, പ്രാർത്ഥനയാണ് മാനദണ്ഡം, പ്രശ്നമുണ്ട്. ഞാൻ പറയാം. ഇപ്പം എന്നെ കാണാൻ വന്ന ഒരു 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് അങ്ങനെ എന്നെ പരിചയപ്പെടുന്നത്. അച്ചോ, ഞാൻ പേര് ഒരു പ്രൊഫഷണൽ, എൻ്റെ ജോലി പ്രൊഫഷണൽ കള്ളനാണ്, മോഷണമാണ് എൻ്റെ ജോലി. എനിക്ക് മനസ്സിലായില്ല എന്നെങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നെ. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഒന്നുകിൽ കുമ്പസാരിക്കണം, അല്ലെങ്കിൽ കൗൺസിലിംഗ്, അങ്ങനെയൊക്കെയാണല്ലോ. ഏതാ വേണ്ടത് ചേട്ടൻ? എന്താ കുമ്പസാരിക്കാൻ വേണ്ടിയാണോ? ഇല്ലല്ല, എനിക്കൊരു സാക്ഷ്യം പറയണം. നിങ്ങൾ എന്നാ വിചാരിച്ചേ? കള്ളന്മാർക്കും സാക്ഷ്യമുണ്ട്, അല്ല ധ്യാനം കൊടുക്കുന്നവർക്ക് മാത്രമൊന്നും അല്ല കേട്ടോ. എന്നാ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ അന്നായിരുന്ന ആശ്രമത്തിൻ്റെ അടുത്തൊരു കപ്പേളയുണ്ട്, പറഞ്ഞാൽ ചെറിയ പള്ളിയുണ്ട് അവിടെ ഈ ഒരു ഉണ്ണിയേശുവിൻ്റെ രൂപവും, അതാണ് ഉണ്ണിയേശുവിൻ്റെ കപ്പേള അവിടെ. ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ചൊവ്വാഴ്ചകൾ ആൾ കൂടുന്ന സ്ഥലമുണ്ട്, അത് ഞാൻ പറയണ്ട. ബുധനാഴ്ച ആൾ കൂടുന്ന സ്ഥലമുണ്ട്, ഔസേപ്പിതായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കും. ചൊവ്വാഴ്ച ആണെങ്കിൽ സെൻ്റ് ആൻ്റണി ആയിരിക്കും, അല്ലെങ്കിൽ യൂദാ തദേവൂസ് ആയിരിക്കും. ഇനി ശനിയാഴ്ച ആണെങ്കിൽ മാതാവായിരിക്കും, വെള്ളിയാഴ്ച ആണെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ ദിവസമാണ്. അത് ഞങ്ങളുടെ സഭയിൽ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഇത് വെള്ളിയാഴ്ചകളിൽ അവിടെ ഭീകര ആളാണ് എന്ന് പറഞ്ഞാൽ പോലീസ് വരും, കാരണം വഴി ബ്ലോക്കാവും. അതുപോലെ ആളാണ്. അവിടെ ഒരു നേർച്ചയുണ്ട്, 3 തിരി കത്തിക്കുക, ഒരു എണ്ണ ഒഴിക്കുക, അതൊക്കെ അവിടെ നേർച്ചയാണ്. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് ആയിരിക്കും. എനിവേ ഭയങ്കര ആദ്യ വെള്ളിയാഴ്ചയാണ് ഭയങ്കര ആൾ, അല്ലാത്ത വെള്ളിയാഴ്ചകൾ കുറച്ച് പേര് വരും. അപ്പം അയാൾ എന്നോട് പറയുവാണ്, ഞാനവിടെ പോകുന്ന ആളാണ്, എന്നോട് പറയുവാണ്, നമ്മുടെ ഈ കപ്പേളയിലെ കുരിശുപള്ളിയിലെ ഉണ്ണിയേശുവില്ലേ, പ്രാർത്ഥിച്ചാൽ അച്ചട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നടക്കും, എൻ്റെ വിശ്വാസമെന്ന് പറഞ്ഞു, എൻ്റെ ഉറപ്പാന്ന് പറഞ്ഞു. അച്ചോട് പറയാൻ വന്നാ എന്നാ ചേട്ടൻ അനുഭവം എന്നാ? അച്ഛാ, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞാൻ മോഷ്ടിക്കാൻ പോകുന്ന ആളാണ്. മോഷണമാണ് എൻ്റെ ജോലി. ഞാൻ എന്ന് മോഷ്ടിക്കാൻ പോകുമ്പോഴും ഞാൻ ആദ്യം കപ്പളയിൽ പോകും, 3 തിരി എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഇന്നും എൻ്റെ മോഷണം നീ കാത്തുകൊള്ളണമേ, എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എന്നെ പോലീസ് പിടിച്ചിട്ടില്ല അച്ഛാ. നാട്ടുകാർക്കറിയാവോ ഞാൻ കള്ളനാണ്, ആർക്കും അറിയത്തില്ല. എന്നെ സംരക്ഷിക്കുന്നത് ഉണ്ണിയേശുവാണ്. നിങ്ങൾ എന്നാ പറയുന്നു? ആ വ്യക്തിക്ക് വിശ്വാസമുണ്ടോ? പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഭക്തിയുണ്ടോ? നിങ്ങൾ എന്ത് പറയുന്ന വ്യക്തിയെ പറ്റി? ഇതെല്ലാം ഉണ്ട് മാഷേ. അവിടെ സാധാരണക്കാർ പോകുന്ന ആദ്യ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. സിസ്റ്റേഴ്സൊക്കെ നോക്കുമ്പോൾ ഡെയിലി ഒരു മനുഷ്യൻ വരുന്നു, ഒരു വൈകുന്നേരം ഒരു 7:00 കൂടി തിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. കാരണം ദിവസം കക്കണ്ടേ, കക്കാൻ പോകുമ്പോൾ ഡെയിലി വരും. ആള് ചെറുതാണെങ്കിലും സംരക്ഷിക്കുന്ന പുള്ളിയാണെന്ന് പറയുന്നത് ഉണ്ണിയേശു. ആ നാട്ടിൽ ഒരാൾക്ക് ഇത്രയും വിശ്വാസമില്ല, മനസ്സിലായോ? ഈ ഒരൊറ്റ പ്രാർത്ഥനയുടെ പുറത്താണ് കക്കാൻ പോകുന്നത്. അയാൾക്ക് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇതോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ജീവിതമായിട്ട്? നമ്മളാരും മോഷ്ടിക്കാനൊന്നും പോകുന്നവരായിരിക്കില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു തുടങ്ങും, താനൊക്കെ എന്തിനാണോ എന്നോട് പറയും ഈ ലോഹയിട്ട് നടക്കുന്നത്, തൻ്റെ വായിന്ന് വരുന്നത് ഇതൊക്കെയല്ലേ, താനൊക്കെ എന്തിനാ കുർബാന അർപ്പിക്കുന്നത് ചോദിക്കും. ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടാകണം. ആത്മീയത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്ക് ഇതെല്ലാം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കണം. ഒരു വ്യക്തിക്ക് ആത്മീയത ഉണ്ടോന്ന് 2 കാര്യങ്ങൾ ചോദിച്ചാൽ മതി മനസ്സിലാക്കാനായിട്ട്. അറിയോ,
ഇപ്പം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശത്രു വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ എങ്ങനെ ഡീല് ചെയ്യും? നിങ്ങളുടെ മനോഭാവം എന്താ വ്യക്തിയോട്? ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, എനിക്കും നിങ്ങൾക്കും ആത്മീയത ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ കുറേ കാര്യം ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നു, നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ഇതാണ് ആത്മീയത. 2, ഒരു സഹനം വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? അതിന് കാരണമായ സഹനങ്ങൾ ചിലപ്പം ചിലർ കാരണമായിരിക്കാം, അല്ലാതെ ഉണ്ടാകാം. നമ്മൾ എങ്ങനെ എടുക്കും സഹനങ്ങളെ? മാഷേ, ഇങ്ങനെയൊക്കെയാണ് ആത്മീയത അളക്കേണ്ടത്. 2 രണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഏത് മതം എടുത്തോ നിങ്ങൾ? എല്ലാ മതങ്ങളിലും ആചാരമുണ്ട്, അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. കുംഭമേളയോ ശബരിമലയോ അവരങ്ങനെ അവരുടേതായ, നമുക്ക് നമ്മുടേതായ കുറേ ഉണ്ട്, ഞങ്ങൾക്ക് കുറേ ഉണ്ട്. ഈ ആചാരങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെയൊക്കെ സഭയിൽ ഒന്നും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതില്ല, ചില കാര്യങ്ങൾ മാത്രമുണ്ട്. ഇപ്പം ഞായറാഴ്ച കുർബാന ഞങ്ങൾ പറയും കടമുള്ള ദിവസം, അല്ലാത്ത കുർബാനയ്ക്ക് പോകണമെന്ന് നിയമമൊന്നുമില്ല. നോയമ്പ് ഞങ്ങളുടെ സഭയിലൊന്നും അത് ഞാൻ എല്ലാവരും നോയമ്പെടുക്കും, എന്നാലും അത് തന്നെ കണിശമായിട്ട് നിയമമൊന്നുമില്ല. ഒരാൾ നോയമ്പെടുക്കാന്ന് ഇരുന്നാൽ പാപമൊന്നുമല്ല, പറഞ്ഞു സംസാരിക്കൊന്നും വേണ്ട, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേണം എടുക്കാൻ, വേണ്ട എടുക്കണ്ട, അത് പാപമൊന്നുമല്ല. ഇപ്പം തീർത്ഥാടനത്തിന് പോകുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമില്ല അല്ലാതെ ഇന്ന സ്ഥലത്ത് എല്ലാ വർഷവും പോകണമെന്ന് നിയമമൊന്നും ഞങ്ങളുടെ സഭയിലില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം. പൈസയുള്ളവരൊക്കെ ഹോളി ലാൻഡിലൊക്കെ പോകും, ജെറുസലേമിലൊക്കെ. പൈസ ഇല്ലാത്തവർ ഭരണങ്ങാനത്തൊക്കെ പോയി തീർക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ തീർത്ഥാടനത്തിന് പോകുന്നതുകൊണ്ട് ഒരാൾക്ക് ആത്മീയത ഉണ്ടായെന്നൊക്കെ അത് അങ്ങനെയൊക്കെ പറയാതെ, അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ പക്ഷെ അങ്ങനെയൊന്നും പറയരുത്. ഇപ്പം ഞാൻ യേശു നടന്ന വഴിയെ നടന്ന് ഈശോയുടെ മരണം സംഭവിച്ച സ്ഥലത്ത് പോയി, പക്ഷേ ഇനി തീരുമാനം എടുത്തു, ഞാൻ ഈ ജീവിതത്തിൽ ആരും വെറുക്കില്ല, എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആത്മീയമായൊരു മാറ്റമാണ്. അല്ലാത്തത് എനിക്കറിഞ്ഞുകൂടെ എന്നാണെന്ന്. അല്ലാത്തതിനൊക്കെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ പോരെ, തീർത്ഥയാത്ര എന്നൊക്കെ പറയണോ? അർത്ഥം മാറി, അപ്പോൾ ഇഫക്റ്റ് മാറണം. ഇതിപ്പോൾ എൻ്റെ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിനെതിരായിട്ട് പറയുന്നുണ്ടോ, ഞാനും നോയമ്പിലാണ് എന്ന് അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പം അച്ഛന് ഇതിലൊന്നും ചേട്ടന്മാർക്ക് ഇപ്പോഴാണ് ചിലപ്പോൾ സന്തോഷമാകാൻ, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതിലൊക്കെ കാര്യമുണ്ട്, മനസ്സിലായല്ലോ. പറ്റിയാണെങ്കിൽ ചെയ്യണ്ട, ന്യായീകരിക്കാനൊന്നും പോകണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ചോദിക്കാൻ പോകുന്ന ചോദ്യം, 50 ദിവസം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കഷ്ണം ഇറച്ചി വേണ്ടെന്ന് വെക്കുന്നതാണോ, ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ സ്വീകരിക്കുന്നതാണോ? ഏതാണ് ആത്മീയമായ പ്രവൃത്തി? ഏതാണ് ദൈവത്തിന് പ്രീതികരം? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ഒന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. തിരിച്ചു നോക്കിക്കേ, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഇറച്ചി മീനും വേണ്ടെന്ന് വെക്കുന്നതിന് പറയുന്ന പേര് എന്നെ പറയുമ്പോൾ ഡയറ്റിംഗ് എന്നൊക്കെ പറയാം, അത്രയൊക്കെ ഉള്ളൂ. നോയമ്പെന്നൊക്കെ പറയരുത്. ഉപവാസം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം അറിയാമല്ലോ, ദൈവത്തിലൂടെ വസിക്കാൻ എന്ന് പറഞ്ഞ പേര് അതൊക്കെ. പാട്ടുപാടാറിയോ? മടുത്തോ? മടുക്കും, മടുക്കാതിരിക്കുമോ? അച്ഛൻ ഇങ്ങനെ അച്ഛന് മസാലക്കൂട്ടൊന്നുമില്ല, അച്ഛന് ഇത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ അതായി പ്രശ്നം. അല്ലേ, നമുക്കൊരു പാട്ടൊക്കെ പാടാം. ഇപ്പോൾ സ്തോത്ര കാഴ്ച എടുക്കുകയാണ്. വോളണ്ടിയേഴ്സ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ആ സമയത്ത് ഗായക സംഘം ഗീതം ആലപിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ യാചനകൾക്കൊക്കെയും കേട്ട് മറുപടി നൽകുന്നവനായ ദൈവത്തെ നന്ദി ഹൃദയത്തോടെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളുമൊക്കെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനായ ആ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമ്മളുടെ വീഴ്ചകളുടെ അനുഭവത്തിൽ, രോഗങ്ങളുടെ അനുഭവത്തിൽ, വേദനകളുടെ അനുഭവത്തിൽ നമ്മെ കരുതുന്നവനായ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നവനായ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. പാഠപുസ്തകത്തിലെ 20-ാമത്തെ ഗീതം, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാചനകൾ.
സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുവൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുവൻ. എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിലെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിലെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിലെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിലെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുവൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുവൻ. എന്നെ ലോകത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യകാത്തിരു കണ്ടടിമോ. എന്നെ ലോകത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, കാത്തിടും കണ്ടടിമോ. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുവൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുവൻ. എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും.
നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു ക്ഷണമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം തരുന്നത്. രണ്ട്, നിൻ്റെ സഹോദരനിലേക്ക്. ചോദ്യം നമ്മളെങ്ങനെയാണ്? കായേൽ, നിൻ്റെ സഹോദരൻ എവിടെയാണ്? ആത്മീയത നമ്മൾ അളക്കേണ്ടത്, ഞാൻ രണ്ട് ചോദ്യങ്ങളിലൂടെ നിങ്ങളോട് പറയാൻ പരിശ്രമിക്കുകയായിരുന്നു. ഈ ദൈവം സമം ഉപവാസം എന്ന് പഠിപ്പിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, ഉപവസിച്ചാൽ മതിയായിരുന്നു. ദൈവം സമം തീർത്ഥാടനം എന്ന് പഠിപ്പിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ദൈവം സമം സ്നേഹം എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഈ പ്രശ്നം. അപ്പൊ ഈ സ്നേഹം എന്നുള്ളത് ഒരു വികാരത്തിന്റെ പേരല്ല. അത് വേണം നമുക്ക് ഈ ചുമ്മാ പിള്ളേർ ചുമ്മാ കാമം പറയാമെന്നൊക്കെ പറയാം, അത് വേറെ സംഗതി, അത് വേറെ, അത് വരും പോകും. സ്നേഹം അങ്ങനെയല്ല, അതൊരു വ്യക്തിയുടെ പേരാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് അർത്ഥം, അത് ദൈവമാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു അരൂപി ഉണ്ടാവും. ആ അരൂപിയെ പറ്റി ഞാൻ പറയാൻ വരുന്ന വഴിയെ പരിശുദ്ധാരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ എൻ്റെ ഭാഷ മാറും. ഈ അരൂപിയോളം പറയുന്ന ഭാഷ കേൾക്കണം. ശത്രുവിനോട്, വേദനിപ്പിച്ചവരോട്, മുറിപ്പെടുത്തിയവരോട്, അത് കേൾക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ പറയുന്ന ഭാഷ കേൾക്കണോ? സാറേ, ഈ പെർഫോമൻസ് ഒന്നും അല്ലല്ലോ ആത്മീയത. ഞാൻ ആരെയും കളിയാക്കുമല്ലോ, എന്തിനും ചില കാര്യങ്ങൾ ഒരു ബന്ധവും ഇല്ലാതെ പോവുകയാണ് ചില കാര്യങ്ങളില്. ഇപ്പൊ പഴയ നിയമത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതൊക്കെ എല്ലാം എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് മനുഷ്യരിങ്ങനെ പാപം ചെയ്ത് കുറ്റബോധം കയറുമ്പോഴേ അവർക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അന്ന് ഈ കുമ്പസാരമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവരുടെ പറമ്പിൽ ഒരു ആടിനെയോ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടിൽ ഒരു ആടിനെ പിടിക്കും, അതിനെ ബലി കഴിക്കും. എങ്ങനെ? അതിൻ്റെ ചോരയെല്ലാം കുത്തി തെറിപ്പിച്ച് ഇങ്ങനെ അത് കാണുമ്പം യഹോവയ്ക്ക് സന്തോഷം വരുന്ന ചിന്തിക്കുന്നത്. അല്ല, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, തൊഴുത്തിലെ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടിലെ ആടും അതിൻ്റെ ചോരയും എൻ്റെ പാപവും ദൈവമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? ആ ആടെന്നാ ചെയ്തിട്ടാ? എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആരെങ്കിലും എനിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞതാ. അതുകൊണ്ടാണല്ലോ അതൊക്കെ പോയി അപ്രസക്തമായി. ഞാൻ മറ്റ് മതങ്ങളെ ഒന്നും കളിയാക്കി പറയുന്നു, ഇപ്പം ഞാൻ ബട്ട് അത് പറയുന്നില്ല, അങ്ങനെ ആയിപ്പോയി. വേണ്ട, നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കവേ. അപ്പം നമ്മള് ഈ സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അത് മാത്രം വെച്ച് അളക്കാൻ പറ്റുള്ളൂ ആത്മീയത. അപ്പൊ ഈ വൈരാഗ്യവും പകയും വാശിയൊക്കെ ഉള്ളിൽ കയറുമ്പോൾ അതൊരു വികാരത്തിന്റെ പേരല്ല, വ്യക്തിയുടെ പിശാചാണ്. അതാണ് പിശാച്. അപ്പോൾ ഒരു ആത്മാവ് പ്രവർത്തിക്കും, അതിന്റെ പേരാണ് ദുരാത്മാവ്. ഈ ദുരാത്മാവിനൊരു ഭാഷയുണ്ട്. എന്നറിയോ? നമ്മൾ വേദനിപ്പിച്ചവരോട്, മുറിപ്പെടുത്തിയവർ, ചതിച്ചവർ, ആരും ആട്ടെ, നീ ചെവിയെന്നുള്ളിക്കും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് അവസരം വരൂടാ. ചിലർ ദൈവത്തിന് കൊടുക്കും കൊട്ടേഷൻ. ഒരു ദൈവം മുകളിലുണ്ടടാ, കൊട്ടേഷൻ ദൈവത്തിന് കൊടുക്കും തീർക്കാൻ വേണ്ടി. മാഷേ, ഈ ഭാഷ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഹല്ലേലൂയ പറയരുത്. നമുക്കെങ്ങനെയാണ് പിശാചിനെ അകത്ത് വെച്ചുകൊണ്ട് എനിക്ക് കുർബാന അർപ്പിക്കാൻ പറ്റുക? എനിക്ക് അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ പറ്റുക? ഹീസ് ആബ്സെന്റ് ലിറ്ററലി. ദൈവം അവിടെ ഇല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഓരോന്നും ഞാൻ പറഞ്ഞു പോകാം. 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. This is a season to celebrate forgiveness. ഹെൽപ്പിന് പട്ടിണി കിടക്കേണ്ട സമയമല്ല. അത് only one dimension. സ്നേഹവും ക്ഷമയും ആഘോഷിക്കാനുള്ള ദിവസങ്ങളാണ്. സെലിബ്രേറ്റ് വിത്ത് വിസിബിൾ സൈൻസ്, അടയാളങ്ങളിലൂടെ ആഘോഷിക്കണം. നമ്മൾ ഈ സുവിശേഷം എടുത്ത് വായിക്കുക. ഈശോ എന്നെ നിങ്ങളെ സ്നേഹിച്ചെന്ന് പറയാൻ വേണ്ടി ഒരു പോയട്രി എഴുതി വെക്കുകയും ഒരു ഡ്രാമ കളിച്ചിട്ട് പോവല്ല, ഒരു സിനിമ സംവിധാനം ചെയ്യുകയല്ല ചെയ്തത്. വിസിബിളാണ്.
കാണാൻ പറ്റും. ഒരു ദൈവം മനുഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു, കാല് കഴുകുന്നു. വിസിബിളാണ്, കാണാൻ പറ്റും. ഒരു ദൈവം മനുഷ്യന് വേണ്ടി പീഡകളേറ്റെടുക്കുന്നു, മരിക്കുന്നു, പടഞ്ഞ് കുരിശേ കടന്ന് സഹിക്കുന്നു. വിസിബിളാണ്. ഇപ്പൊ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തിട്ട് ഈശോ മരിച്ചില്ലെന്ന് കരുതുക. ഒരു 80 വയസ്സുള്ളപ്പോൾ 80 വയസ്സ് വരെ ജീവിച്ചു, എന്നിട്ട് പനി വന്ന് മരിച്ചുപോയി. എന്തർത്ഥമുള്ളത് ആ പെസഹായ്ക്ക്? അർത്ഥം ഉണ്ടാവുമായിരുന്നോ? അത് ചുമ്മാ തമാശകളിയല്ല. ഇത് നിങ്ങൾ നാളെ കാണാൻ പോകുന്ന കാര്യമാണ്. ഇതൊരു സിമ്പിളായിരിക്കാം, നാളെ നിങ്ങൾ കാണും. അടയാളങ്ങളിലൂടെയാണ് ഈശോ സ്നേഹിച്ചത്. അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുക്കുന്നത് അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ ആഘോഷിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ സംസാരം, സാന്നിധ്യം, സഹായങ്ങൾ, നന്മകൾ ചേർത്ത് പിടിക്കുന്നത് അടയാളങ്ങളാണ്. വിസിബിൾ, കാണാൻ പറ്റണം. എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ മിണ്ടിയല്ല. എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോയല്ല. അതെന്ത് സ്നേഹമാഷേ? അത് ഈ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അനുഭവിക്കും ദൈവത്തെ സ്നേഹത്തിന്റെ രൂപത്തിൽ. അതാ സുവിശേഷം പഠിപ്പിക്കുന്നത്. എൻ്റെ വീട്ടിൽ ചുമ്മാ ഒന്നുമില്ല, ഈ പറയുന്ന ഒരു സാങ്കല്പികമാണ് കേട്ടോ. ഒരു 8 അടി ഉയരമുള്ള ഈശോയുടെ ഒരു രൂപം ഉണ്ടെന്ന് കരുതുക. ഭയങ്കര എങ്ങനെ നിൽക്കുന്ന ഈശോയാ. ഞങ്ങളെല്ലാ ദിവസവും 7 മണിക്ക് പള്ളിയിൽ മണിയടിക്കുമ്പോൾ എനിക്ക് അനിയനുമുണ്ട്, ഞാനും എൻ്റെ അപ്പനും അമ്മയും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക്. അവരുടെ വീട്ടിൽ 7 മണിക്ക് പ്രാർത്ഥന. അതും അവരുടെ ആ ഈശോയുടെ വലിയൊരു ഈശോയ മുമ്പിൽ പ്രാർത്ഥിക്കും അവർ. എന്നാണ് എല്ലാവരുടെയും വെപ്പ്. ഈ അടുത്ത കാലത്ത് ഒരു പ്രശ്നമുണ്ട്. കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ അപ്പനുമായിട്ട് മിണ്ടിയിട്ട്, ചുമ്മാ സപ്പോസ് ചിന്തിക്കുക, 4 മാസമായി ഞങ്ങൾ മിണ്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായി, പിന്നെ മിണ്ടിയിട്ടില്ല. എൻ്റെ അമ്മ അനിയനുമായിട്ട് മിണ്ടിയിട്ട് 2 മാസമായി. സംസാരമൊന്നുമില്ല. പിന്നെ നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചെല്ലുമ്പോൾ, പരിശുദ്ധം പറയുമ്പോൾ ചെല്ലും, ആ ബന്ധമുള്ളൂ, അല്ല അപ്പുറത്തേക്ക് ബന്ധമൊന്നുമില്ല. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ 7 മണിക്ക് മുട്ടുകുത്തും, പ്രാർത്ഥിക്കും ഞങ്ങൾ. അത് വേറെ കാര്യം, വേറെ പാപ്പച്ചൻ വേറെ, പ്രാർത്ഥിക്കും ഞങ്ങൾ മിണ്ടില്ല. മാഷേ, എത്ര കൊന്ത ചെല്ലിയാലും എത്ര വലിപ്പമുള്ള രൂപം വെച്ചാലും അവിടെ ദൈവം ഉണ്ടാകില്ല. അത് ചുമ്മാ കളിമൺ പ്രതിമയാണ്. രൂപം വെക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല ദൈവം. അവിടെ സ്നേഹിക്കുന്നവരുണ്ടാകണം. അപ്പോൾ ഒരു പടത്തിൽ പോലും ദൈവം ഉണ്ടാവും. ഒരു പാവപ്പെട്ട വീടെന്ന് പറയാൻ ഒന്നുമില്ല മാഷേ. ചുമ്മാ ഒരു ടാർപോളി വലിച്ചു കെട്ടിയേക്കും, അതിൻ്റെ അടിയിൽ കുറേ പേര് മനുഷ്യർ ജീവിക്കുന്നു. ഒരു അപ്പനും അമ്മയും 2 മക്കളും. ഇവർ ഭയങ്കര സ്നേഹത്തിലാണ്. ഇവർ പകൽ കൊണ്ടുവന്ന് തെണ്ടി നടന്നും എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് ഒരുമിച്ചുള്ളത് ഭക്ഷിക്കും, പാട്ടും കൂത്തൊക്കെയാണ്. അവർക്ക് സന്തോഷമുള്ളൂ. അതുങ്ങളും വിശ്വാസികളാണ്. അതുങ്ങൾ 8-8:30 മണിയൊക്കെ ആകുമ്പം പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ രൂപമുണ്ടോ, കൊന്തയുണ്ടോ, കുരിശുണ്ടോ, ഒന്നുമില്ല. അത് തൂക്കാനായിട്ടൊരു ചുമര് പോലും ഇല്ലല്ലോ, ടാർപോളി മാത്രമേ ഉള്ളൂ. ഈ 1 രൂപയുടെ കാശുരൂപം എന്ന് പറയും, ഇത്രയും വലിപ്പമുള്ളത്. അത് ഒരെണ്ണം ഒരു വെള്ളത്തുണിയിലേക്ക് വെക്കും, എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. മാഷേ, ആ കാശുരൂപത്തിൽ ദൈവമുണ്ട്. കാരണം അവർ സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ വലിപ്പവും വെക്കുന്ന രൂപങ്ങളുടെ സൈസും നോക്കിയല്ല ദൈവം വരുന്നത്. അവിടെ ജീവിക്കുന്ന മനുഷ്യര് സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ഞാനുണ്ടാകും. ഇതാ സുവിശേഷം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര കേൾക്കണ്ട. 4:20 പറയുന്നതെന്ന് അറിയോ? എനിക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ആരാധന അഭിഷേകമായിരുന്നു, പ്രാർത്ഥന ഭയങ്കര അഭിഷേകമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇന്നോടെ പറയരുത് ചോട്ടമ്മ, നിങ്ങൾ ഭാര്യയായിട്ട് മിണ്ടിയിട്ട് 2 കൊല്ലമായല്ലോ. ഈ പുസ്തകം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടാകില്ല, സാധ്യമല്ല. കാരണം നിങ്ങൾ ശത്രുതയിലാണ് സ്വന്തം ഭാര്യയായിട്ട്, മക്കളുമായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ അഭിഷേകം ഉണ്ടാകും? നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കല്ല് വെച്ച നുണയാണ് പറയുന്നതെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചിട്ട് നമുക്കിഷ്ടപ്പെട്ട കുറേ ആചാരങ്ങൾ ചെയ്ത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങളെപ്പറ്റി അത്ര അറിവില്ല, സോറി. അപ്പം ഞാൻ ഈ പറഞ്ഞ ആചാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ചെയ്തില്ലെങ്കിലും പാപമൊന്നും അല്ല, നിർബന്ധമായിട്ട് സഭ പറയുന്നില്ല. അത് ഓരോ
ഇപ്പം ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ തന്നെ കത്തോലിക്കർ, റോമൻ കത്തോലിക്കർ, സീറോ മലബാർ സഭയിൽ തന്നെ നിങ്ങൾ കോട്ടയംകാരെ പോലെയല്ല തൃശ്ശൂരുകാർ പോയി കഴിഞ്ഞാൽ. തൃശ്ശൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പെരുന്നാളുണ്ട്, പിണ്ടി കൂത്തി പെരുന്നാൾ. അതിക്ക് അറിഞ്ഞുകൂടാ. വാഴപ്പിണ്ടിയൊക്കെ മുറ്റത്ത് കുത്തി, അയ്യോ അത് കുത്തിയില്ലെങ്കിൽ നാണക്കേടാ, എല്ലാവരും കുത്തും. എന്നിട്ട് ചിരാതൊക്കെ വെച്ച് നമ്മുടെ നാട്ടിലെ കുത്തി ആൾക്കാർ വട്ടാന്ന് പറയും. ഇത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആചാരങ്ങളുണ്ട്. അതിപ്പോൾ അവർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇല്ല, അത് മാറിക്കൊണ്ടിരിക്കും. കാലങ്ങൾ മാറുമ്പം നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത് വേണോ വേണ്ടയോ? വേണ്ടെന്ന് വെച്ചാൽ പാപമല്ല, ഒരു ചോയ്സ് ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ വായിച്ച വചനം 13, 34, 35 ഇതൊരു കൽപ്പനയാണ്, മനുഷ്യന്റെ അല്ല, പുരോഹിതന്മാരുടെ അല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നമ്മൾ കൽപ്പന ലംഘിച്ചിട്ട് എത്ര വൃത്തിയായിട്ടും കൃത്യമായിട്ടും നിഷ്ഠയോടും കൂടെ ഈ പറഞ്ഞ ആചാരങ്ങൾ ചെയ്താൽ ദൈവം ഉണ്ടാകില്ല. അപ്പൊ ഏതാണ്, എൻ്റെ ചോദ്യത്തിലുള്ളൂ, ഏതാണ് പ്രധാനപ്പെട്ടത്? കൽപ്പന പാലിക്കുന്നതും ജീവിക്കുന്നതും ആണോ ആചാരങ്ങളാണോ? ഞാൻ ഒന്നും മോശം ഞാൻ പറയല്ല, ഇതെല്ലാം ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെ പറയരുത്. എന്നാൽ പിന്നെ കൽപ്പന മതിയല്ലോ, വേറൊന്നും വേണ്ട, അങ്ങനെ ജീവിക്കാൻ പറ്റിയല്ല മനുഷ്യനായിട്ട്. നമ്മൾ ഒരു വിശ്വാസമൂഹമാണെങ്കിൽ നമുക്കൊരു ആരാധനക്രമം ഉണ്ടാകണം, കൂട്ടായ്മ ഉണ്ടാകണം. ഇല്ല പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത്? ഞാൻ എതിരായിട്ടും പറയുന്നതല്ല. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഈ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട്, ഒരു കൽപ്പനയുള്ളതെന്ന് ഓർത്തോണേ, നമുക്ക് എങ്ങനെ ഇതിലെന്താ അർത്ഥമുള്ളതെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, സെലിബ്രേറ്റ്, ആഘോഷിക്കണം. ഈ ക്ഷമ, സ്നേഹം, എ സീസൺ ടു സെലിബ്രേറ്റ്. നമുക്കിത് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും മനസ്സിലാവില്ല. 2:42 ഞാൻ വീണ്ടും വീണ്ടും അതൊന്നുകൂടി അടിവരയിട്ട് പറയാൻ വേണ്ടിയാണ് വീണ്ടും വചനം പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 2:42. നിങ്ങളത് വായിക്കും, മനസ്സിലാക്കണേ. അതറിയപ്പെടുന്നത് ദ 4 പില്ലേഴ്സ് ഓഫ് കാത്തലിക് ചർച്ച് തന്നെ പറയുന്നത്. 4 തൂണുകളാണ് സഭയുടെ. 1 പ്രബോധനം, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൂട്ടായ്മ. 3 അപ്പം മുറിക്കൽ. 4 പ്രാർത്ഥന. ഇതാരാ ഇങ്ങനെ എഴുതി വെച്ചത്? കുർബാനയൊക്കെ 3ാമത് കൊണ്ട് വെക്കാൻ പാടും. കുർബാനയല്ല 1ാമത് വരേണ്ടത്, പ്രാർത്ഥനയല്ല 2ാമത് വരേണ്ടത്. ആദ്യം പ്രബോധനം, പിന്നെ കൂട്ടായ്മ. കുർബാന 3ാമതാ ബൈബിളിൽ കിടക്കുന്നത്. അങ്ങനെ വന്നേ. പ്രബോധനം ഞാൻ വായിച്ചു. ഇനി സംശയമുള്ള ഇനി എടുത്ത് വായിക്കുക. ലെറ്റർ ടു ഗലേഷ്യൻസ് 5:14 അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. അത് മേൽക്കൊരു നിയമങ്ങളും ഇല്ല, നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നൊക്കെ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഇതാണ് പ്രബോധനം, സത്യപ്രബോധനം. അത് ഞാൻ തുടങ്ങിയത് വായിച്ചിട്ടാണ്. അപ്പം ഈ പ്രബോധനം സ്വീകരിച്ചവർ, അവരെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ ഒരു മനസ്സ്, ഒരു ഹൃദയം. എന്താണത്? അതാണ് കൂട്ടായ്മ. പിശാചിന് ഇംഗ്ലീഷിൽ പല വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സൈറ്റൻ, ഡീമൻ, ഡെവിൾ, പല വാക്കുകളുണ്ട്. ഈ ഡീമൻ എന്ന വാക്ക് വരുന്നത് ലത്തീൻ വാക്കിനാണ്. ഡെമോളിസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു കാര്യം പറയാൻ വേണ്ടി ചുമ്മാ എന്ന് പറയുന്നേ ഉള്ളൂ. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് അറിയോ? ടു സ്പ്ലിറ്റ് എന്ന അർത്ഥം, വിഘടിപ്പിക്കുക. അപ്പം എന്താണ്? പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം വിഘടിപ്പിക്കുന്നവനെന്നാണ്. ഇത്ര പണിയെ പുള്ളി ചെയ്യുള്ളൂ. വേറെ ഒരു ദ്രോഹം ചെയ്യില്ല. പുള്ളി വണ്ടി ഇടിപ്പിക്കില്ല, പുള്ളി കല്ലെറിയില്ല, പുള്ളി ഒളിച്ചിരുന്ന് വെള്ളിയാഴ്ച ഇറങ്ങി ഒന്നും പുള്ളിക്ക് ഒറ്റ പണിയേ ഉള്ളൂ, വിഘടിപ്പിക്കുക. കാരണം വചനം പറയുന്നു, 2 or 3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് വന്നാൽ ആരുണ്ടാവും? ഞാനുണ്ടാവും. അപ്പോൾ ദൈവം ഉണ്ടാകാതിരിക്കാൻ എന്താ ചെയ്യണമെന്നറിയോ? ഈ 3 പേരെ 2 ആക്കുക. ഈ തന്ത്രമാണ് പിശാച് അന്നും ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തിരി ബുദ്ധിപൂർവ്വം കാരണം നമുക്ക് മനസ്സിലാകാത്തതാണ്. കാരണം മനുഷ്യർ ഒരുമിച്ച് വരുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും. ഇപ്പം എന്താണ് ഈ കൂട്ടായ്മയുടെ എന്താണെന്ന് പറയുക, ഇതിൻ്റെ ശക്തി? നിങ്ങൾ ഒരു മനസ്സോടുകൂടെ, ഒരു ഹൃദയത്തോടുകൂടെ, വേറെ ഒന്നിനു വേണ്ടിയല്ല, ദൈവനാമത്തിൽ ദൈവജനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് വന്നു. അവിടെ അഭിഷേകം ഉണ്ടാവും. ഈ ഇരിപ്പ് തന്നെ അഭിഷേകമാണ്, ഈ വരവ് തന്നെ അഭിഷേകമാണ്, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ വന്നാൽ മതി. കാരണം ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇവിടെ വന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ജയ് വിളിക്കാനോ ഒന്നും അല്ലല്ലോ. ഇതാണ് കൂട്ടായ്മ.
നമ്മൾ വന്നിരിക്കുന്നത് ഒരാളുടെ നാമത്തിലാണ്, ഒരാളുള്ളോട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നതൊക്കെ. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനുണ്ടാവും. പിശാചിന്റെ തന്ത്രം ഞാൻ പറയാം. അവൻ കുടുംബത്തിൽ കയറും. അപ്പനും അമ്മയും മക്കളും നന്നായിട്ട് പോകുന്ന ആൾക്കാരാണ്. അവൻ കയറും, സ്വത്തിൻ്റെ പേര് അടി തുടങ്ങും. ഒരുത്തൻ വഴിതെറ്റിപ്പോയി അവൻ വേറെ വിഘടിക്കും. ഒരു ഇടവ നന്നായിട്ട് പോകുന്നതാണ്, ഒരു പക്ഷം അച്ഛൻ്റെ കൂടെ, വിമതപക്ഷം വേറെ അടി തുടങ്ങും. ആ ഇടവക തീരും. നല്ല പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാകും. 100 പേര് വന്നുകൊണ്ടിരുന്നതാണ്, അത് രണ്ടായി. ഒന്നിവിടെ ഒന്നവിടെയായി, തീർന്നു. പിശാചിങ്ങ് തന്ത്രേ ചെയ്യുള്ളൂ. ഇതെല്ലായിടത്തേക്കും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ സഭയിൽ കണ്ടില്ല നടക്കുന്നത്, എറണാകുളത്തൊക്കെ. പൊട്ടന്മാരാണ്, വിവരമില്ല ഒന്നിനും. ആത്മീയത പോട്ടെ, ഇവിടെ ഏതെങ്കിലും വിവരമുള്ള മനുഷ്യത്തിന് വേണ്ടി പോവുമോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2 കാര്യങ്ങൾ വരുമ്പം പിന്നെ ബുദ്ധി പ്രവർത്തിക്കില്ല. ഒന്ന് പ്രണയം. നിങ്ങൾ പ്രണയിക്കുന്ന ഒരുത്തിനോട് എന്നാ പറഞ്ഞാലും അവനോട് പറഞ്ഞാലും തലയിൽ കയറില്ല. അവനെ വഴിക്ക് പോകും. അവൻ ബുദ്ധി ഓഫായി പോകും. ഇവിടെ നമുക്ക് പറ്റുന്നവരാണോ, നമ്മുടെ ജാതിപ്പെട്ടാണോ, വിശ്വാസം ഒന്നും ആവശ്യമില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഒരു 10 കൊല്ലം കഴിയണം ബുദ്ധി ഓണായി വരണമെങ്കിൽ. രണ്ടാമത്തെ ആ കാര്യം, വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യം മനസ്സിൽ കയറിയിരിക്കുന്നവരോട് ഈ സാധനം വർക്ക് ചെയ്യല. അവർക്കിത് മാത്രമേ ഉള്ളൂ. അവനെ ഒതുക്കണം, തീർക്കണം, അതിന് ഏതറ്റം വരെയും പോകും. ആര് പറഞ്ഞാലും തലേ കയറിയല്ല. ഇത് 2 പിശാച് കയറുന്ന സ്ഥലങ്ങളാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ബുദ്ധി ഓഫാക്കി വെക്കും. എന്നിട്ട് വികാരങ്ങൾ മാത്രം പ്രവർത്തിക്കും. അപ്പോൾ നമുക്കറിയാവില്ല എവിടെ ചെന്ന് അവസാനിക്കുന്നു. ഇതാണ് പിശാചിന്റെ തന്ത്രം. വിഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരുമിച്ച് വരുന്നത് അഭിഷേകമാണ്. ഒരുമിച്ച് വരുന്നിടത്ത് ദൈവാനുഭവം ഉണ്ടാവും. ഒരുമിച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതുണ്ടാകരുത്. ഇത് ഇന്ന് പിശാചിന് ഭയങ്കര അസൂയ മൂത്ത് നടപ്പുണ്ടാവും പുറത്തുകൂടെ. മിക്കവാറും ഇത്രയും പേര് വന്നത്. നാളെ നിങ്ങളെ 10 പേരെ വരുത്താതിരിക്കാൻ നോക്കും. അത്രയും കൂടെ പിടിച്ചോണ്ട് പോകും. ഇങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവരും. കുറയട്ടെ. കാരണം ഇത് കൂടിയിരിക്കുന്ന ദൈവത്തിന് അവൻ ഇഷ്ടപ്പെടുവോ? അവനിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, പക്ഷെ പുറത്ത് നിൽക്കും. ഒരു 10 പേരെ കൂടെ നാളെ കുറയ്ക്കാൻ നോക്കും. അതാണ് പുള്ളിക്ക് പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ കയറി പുള്ളികളെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവത്തിന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇത് കുടുംബത്തിൽ പ്രവർത്തിക്കും, കൂട്ടായ്മയിൽ പ്രവർത്തിക്കും, ഇടവകയിൽ പ്രവർത്തിക്കും, സഭയിൽ പ്രവർത്തിക്കും. നിങ്ങൾ നോക്കിക്കോ. ഇനി നിങ്ങൾ ചരിത്രമൊക്കെ എടുത്ത് വായിക്കും. നമ്മൾ എന്തായിരുന്നൊക്കെ. കേരള കോൺഗ്രസ് പോലെയാണ്. വളരും തോറും പിളരും എന്ന് പറഞ്ഞ പോലെയാണ്. ഇനിയിപ്പോൾ ഇസട്ട് അങ്ങാണ്ട് എടുക്കാനുള്ളൂ, ബാക്കി എല്ലാ അക്ഷരവും എടുത്തവർ. ഇതാണ് പിശാചിന്റെ തന്ത്രം. സ്പ്ലിറ്റിംഗ്, വിഘടിപ്പിക്കുക. അപ്പോൾ നോക്കിക്കേ, സത്യപ്രബോധനം കേട്ടവർ കൂട്ടായ്മയിലേക്ക് വരണം. അങ്ങനെ കൂട്ടായ്മയിലുള്ളവരാണ് അപ്പം മുറിക്കേണ്ടത്, അവരാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉണ്ടോ? അല്ലാത്തവർക്ക് ഈ 1 3 ചാടാൻ പറ്റിയല്ല. 1 4 ചാടരുത്. 1 കഴിഞ്ഞാൽ 2, പിന്നെ 3 4. ഇതാണ് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ജീവിച്ചതാണ് ആദിമ ക്രൈസ്തവർ. വളരെ സ്പഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ പറയുന്നത് വിപ്ലവമൊന്നുമല്ല. എളുപ്പമല്ല. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, എന്നാ പക്ഷേ നമ്മളിങ്ങനെ വാശി പിടിക്കരുത്. ഇപ്പം നമ്മളെപ്പറ്റി എല്ലാവരും നല്ലതേ പറയാവുള്ളൂ, നമ്മളെ ആരും ചതിക്കരുത്, നമ്മളെപ്പറ്റി മോശം പറയരുത്, നമ്മോട് നന്നായി എല്ലാവരും പെരുമാറണം. അതൊക്കെ ചുമ്മാ ഉട്ടോപ്യൻ ഐഡിയ. ഒരിക്കലും ചിന്തിക്കേണ്ട അങ്ങനെയൊന്നും. കർത്താവ് ക്ഷമിച്ചുക ഭൂമിയിൽ ജീവിച്ചിട്ട് അവന് പ്രാന്താന്ന് പറഞ്ഞു, യുവാക്കളെ വഴിതെറ്റിക്കുന്നു, സ്ത്രീകളോട് കൂട്ടുകൂടുന്നു. 3 കൊല്ലത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. 3 കൊല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊക്കെ 30 കൊല്ലം ജീവിക്കുമ്പം എന്നൊക്കെ പറയും. അതുകൊണ്ട് അതൊന്നും നമുക്ക് ആരുടെ വായൊന്നും ഇങ്ങനെ പ്ലാസ്റ്റർ ചൊട്ടിക്കാൻ പറ്റില്ല. അതൊക്കെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരെയും പറ്റി ആരെങ്കിലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളെപ്പറ്റി ആരും മോശം പറയരുത്, നമ്മളോട് ആരും മോശമായിട്ട് പെരുമാറരുത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും മാലാഹന്മാരാകണമായിരുന്നു. മനുഷ്യരോടെയാണ് ജീവിക്കുന്നത്. മനുഷ്യർ മുറിപ്പെടുത്തും, ചതിക്കും, നമുക്കെതിരെ തിരിയും, നമ്മൾ നന്മ സ്വീകരിച്ചിട്ട് നമുക്കെതിരെ ഇതൊക്കെ ഉണ്ടാവും. എന്നിൽ ക്രിസ്തു ഉണ്ടോ, ദൈവികതയുണ്ടോ എന്ന് അളക്കപ്പെടുന്ന അവസരങ്ങൾ വരും. എളുപ്പമല്ല. ബുദ്ധി കൊണ്ടൊന്നും ഒരു നടക്കില്ലത്. ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടും. എന്തിനാണ് സഹായിക്കണേ? അവൻ ഇന്നാളെ നമുക്കിട്ട് ഇങ്ങനെ പണതല്ലേ, അവനോട്ടൊന്നും 5 പൈസ കൊടുക്കരുത്, അവനോട് അവൻ വീട്ടിൽ കയറരുത്. നമ്മൾ ബുദ്ധി കൊണ്ട് ഈ പുസ്തകം ജീവിക്കാൻ പറ്റിയല്ല. ബുദ്ധി കൊണ്ട് പറ്റിയല്ല. ഞാൻ വന്നിട്ട് വേറെ പരിചയപ്പെടാതെ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജോസഫ് എന്ന കഥാപാത്രമുണ്ട് ബൈബിളിൽ, നമ്മൾ വായിക്കുന്നുണ്ട്.
ഉൽപ്പത്തിയുടെ പുസ്തകം 41-49 വചനം പറയുന്നത് എങ്ങനെയാണ്? കടലിലെ മണൽത്തരി പോലെ ദൈവം ജോസഫിന് ഗോതമ്പണി കൊടുത്തെന്നാണ് പറയുന്നത്. വാരിയിട്ടും വാരിയിട്ടും തീരുന്നില്ല. ഉൽപ്പത്തി 41-49 ജോസഫിനെ പറ്റി പറയുന്നതാ. എപ്പം ജോസഫിനെ പൊത്തീഫർ നെൽപ്പാടം ഏൽപ്പിച്ചപ്പം ജോസഫ് കൃഷി എടുത്തപ്പോൾ ഉണ്ടായ സംഭവമാണ് കടൽക്കരയിലെ മണൽത്തരി പോലെ. പക്ഷേ ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലായില്ല. അതെന്നാ ഈ പറഞ്ഞേക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. എന്താ ബാക്ക്ഗ്രൗണ്ട്? എന്താണ് ഈ ജോസഫും ഗോതമ്പുമായിട്ടുള്ള ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? കസിൻസോ ബന്ധുക്കാരോ വല്ലതും ഉണ്ടോ? എന്താ ബന്ധമുള്ളത്? 13 കൊല്ലം ഈ മനുഷ്യൻ ജയിലിൽ കടന്നതാ ചെയ്യാത്ത കുറ്റത്തിന്. റൈറ്റ്? ആ കഥയൊക്കെ അറിയാമല്ലോ. ഗോതമ്പിലെ ഭക്ഷണം എന്നറിയാമോ? അല്ല, ജയിലിലെ ഭക്ഷണം ഗോതമ്പുണ്ട. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. നമ്മളങ്ങനെ പറയാറില്ലേ, ഗോതമ്പുണ്ട തിന്നോടാന്ന് ചോദിച്ചാൽ ജയിലിൽ പോകണമെന്ന് അർത്ഥം. പിന്നെ ഇപ്പം അത് പരത്തി ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. പണ്ട് ഉണ്ടയായിരുന്നു, ഗോതമ്പുണ്ടയായിരുന്നു. അപ്പം ഈ മനുഷ്യനെ ഇട്ട് പണിയിപ്പിച്ച് ഇവരെ രാപന്തിയോളം പണിയിപ്പിക്കും. വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുകയില്ല. ജയിലിൽ അങ്ങനെയായിരുന്നു. കാരണം ഇവർ ഗസ്റ്റൊന്നും അല്ലല്ലോ. എത്രയോ ദിവസം ജോസഫ് വയറ് നിറച്ച് ഒരു ഉണ്ടയും കൂടെ തിന്നാൻ വിശന്നിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിനാ അവൻ പുറത്തു വന്നു. നോക്കിക്കേ, അവൻ കൃഷിയെടുത്തു. ഗോതമ്പ് വാരിയിട്ടും തീരുന്നില്ല. മനുഷ്യൻ നിഷേധിക്കുന്നത് ദൈവം തരും. ബോധ്യം വേണം നമുക്ക്. നമ്മൾ മനുഷ്യൻ തരാത്തതിൻ്റെ പേര് കടന്നുകൊണ്ട കടിപിടിയൊക്കെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ദൈവം എന്ത് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ? ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഈ പറയുന്ന മനുഷ്യൻ തരാത്ത പിച്ചയെ പറ്റിയാ. സ്നേഹിച്ചില്ല, വിളിച്ചില്ല, നോക്കിയില്ല, തന്നില്ല, കുറഞ്ഞു പോയി, അങ്ങനെയായി. ദൈവം എന്ത് ചെയ്തു നമ്മൾ ചിന്തിക്കാറുണ്ടോ? കുറവ് വരുത്തിയോ? സങ്കീർത്തനം 23:1 നമ്മൾ എപ്പോഴും വായിക്കുന്ന സങ്കീർത്തനമൊക്കെയാ. കർത്താവാണിടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. പക്ഷേ അത് മനസ്സിലാകില്ല. അത് വായിച്ചാൽ അത് മനസ്സിലാകണമെങ്കിൽ 1 സാമുവേൽ 14 വായിക്കണം. എങ്കിലേ 23-ാം സങ്കീർത്തനം മനസ്സിലാവുള്ളൂ. അത് അവന്റെ ജീവിതമാണ് എഴുതി വച്ചിരിക്കുന്നത്. ദാവീദ് ചുമ്മാ ചായ കുടിച്ച് പുസ്തകം എടുത്ത് പേനയെടുത്ത് എഴുതിയതല്ല. ലൈഫാണ്, ലൈഫ്. അതിൽ ചോരയുണ്ട്, കണ്ണുനീരുണ്ട്. അത് മനസ്സിലാക്കി 1 സാമുവേൽ 14 വായിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ജെസയ്ക്ക് 8 മക്കളാണ്. ഈ സാവൂൾ രാജാവ് അവിശ്വസത കാണിച്ചപ്പോൾ ദൈവം സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ ജെസയുടെ വീട്ടിൽ പോകണം. 8 മക്കളുണ്ടെങ്കിൽ ഒരുവനെ തിരഞ്ഞെടുക്കണം. ഞാൻ പറയാം അവിടെ ചെല്ലും ആരാണെന്നൊക്കെ. പൊക്കോളാൻ പറഞ്ഞു. അറിയിപ്പ് കൊടുത്തു. ജെസെ അപ്പൻ 7 മക്കളെ ഒരുക്കി നിർത്തി. മിടുക്കന്മാരാ, ആയുധകളിലും മറ്റേ മിടുക്കൻ, അതിലും മിടുക്കൻ, എഴുത്തുന്നതൊക്കെയാണ്. 8ാമത്തെ പേരാണ് ദാവീദ്. അത് ഇത്രയേ ഉള്ളൂ, കഴിവില്ലാത്തവനാണ്. എല്ലാ കുടുംബത്തിലും ഒരെണ്ണം ഉണ്ടാവും അങ്ങനെയൊക്കെ. ചിലപ്പോൾ നമ്മൾ അവരെയൊക്കെ അങ്ങോട്ട് തള്ളിക്കളയുകയും ചെയ്യും. അതുങ്ങൾ അവസാനം ഉണ്ടാവുള്ളൂ. അപ്പം ഇവനെ പറഞ്ഞു വിട്ടു, നീ പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ട, നീ ആടുകളെയും കൊണ്ട് പൊക്കോടാ മാഷേ, നിന്നെ തിരഞ്ഞെടുക്കില്ല, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, വിദ്യാഭ്യാസമില്ല, വിവരമില്ല, പൊക്കോ, നീ നിന്നെ കൊള്ളാവുന്ന ആടിനെ മേയ്ക്കാൻ. അതിനെ പറഞ്ഞു വിട്ടു. 7 പേരെ ഒരുക്കി നിർത്തി. പ്രവാചകൻ വന്നിട്ട് അവരത്ര അങ്ങനെ നോക്കി, പിന്നെ ആ കാര്യത്തിൽ മിടുക്കൻ, ഈ കാര്യത്തിൽ മിടുക്കൻ. നോ 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 നോ. പിന്നെ ഉള്ള ഒരു പൊട്ടനുള്ള അവൻ അയച്ചു, ഇത്രയേ ഉള്ളൂ. അവനല്ല എന്തായാലും, ഇതിലാരും അല്ലല്ല, ഇതല്ല ഉറപ്പാ. അവനെ വിളിക്കും. പ്രവാചകൻ പറഞ്ഞു വിളിച്ചു. പിന്നെ ഉണ്ടായ ചരിത്ര അറിയാമല്ലോ. ഹനോന്റെ ഇത് കൊണ്ടുപോയി. ദാവീദിന്റെ വാർദ്ധക്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്നെ കുറച്ച് കണ്ടു. കർത്താവായിരുന്നു എൻ്റെ ഇടയൻ, എനിക്കൊരു കുറവും സംഭവിച്ചില്ല. നിങ്ങൾ പറയണം ഇങ്ങനെയൊരു സങ്കീർത്തനം. ആര് കുറയ്ക്കാൻ നോക്കിയാലും ദൈവം ഒരു നിശ്ചയം നമ്മളെപ്പറ്റി ഉണ്ട്, ഒരു സ്വപ്നമുണ്ട്. ജെറമ്യാ 29:11 എടുത്ത് വായിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പറ്റി ദൈവത്തിൻ്റെ സ്വപ്നമുണ്ട്. അത് മാറ്റാൻ ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? നമ്മുടെ അവിശ്വാസമാണ്. നമ്മൾ ചുമ്മാ പറയുന്നത് അവർ കാരണം എൻ്റെ ഭാവി പോയി, ഇവർ കാരണം നശിച്ചു പോയി. ഇവിടെ നമ്മൾ എന്താ ഈ പറയുന്നത്? ഒടേ തമ്പുരാൻ നമ്മളെപ്പറ്റി കണ്ട സ്വപ്നം ഏതെങ്കിലും മനുഷ്യർക്ക് മാറ്റാൻ പറ്റുമോ? കുറച്ചു കാലത്തേക്ക് ജയിലിടാം, കുറച്ചു കാലത്തേക്ക് പൊട്ടക്കെൻ്റെ ഉന്തിയിടാം. ഫ്രം പിറ്റ് ടു പ്രിസൺ, ഫ്രം പ്രിസൺ ടു പാലസ്. അങ്ങനെ യാത്ര. ഉണ്ടിയിട്ടത് പൊട്ടക്കെണ്ടില്ല, പിന്നെ കാണുന്നത് കൊട്ടാരത്തില.
സഹോദരന്മാർ വന്നപ്പം കർത്താവായിരുന്നു എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടായില്ല. മനസ്സിലായോ? ഇതാണ് വിശ്വാസം. പോരാ, എനിക്ക് ഒരു കാര്യം കൂടി പറയണം ജോസഫിനെ പറ്റി തന്നെ. അന്ന് അവസാനിപ്പിക്കുക അതിലൂടെ. ജോസഫിനെ അടിമയായിട്ട് വിറ്റു എന്നൊരു പരാമർശമുണ്ട് ബൈബിളിൽ. നമുക്കറിയാവുന്ന കാര്യമാണ്, അടിമയായിട്ട് വിറ്റു അല്ലേ? പൊട്ടക്കിണറ്റിൻ്റെ എടുത്തു, പിന്നെ അടിമയായിട്ട് വിറ്റു. ചുമ്മാ അതൊക്കെ അങ്ങ് വായിച്ചു പോകരുത്. അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. അതിനാദ്യം അറിയണം ആരാണ് അടിമയെന്ന്. അടിമകൾക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല, ചെരുപ്പിടാൻ പാടില്ല. വളരെ ബൈബിളിൽ അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചറിയാം. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അവനെ പുതിയ ചെരുപ്പ് അണിച്ചെന്നൊക്കെ പറയാൻ കാരണം എന്നാ? അവൻ ദാസനായിട്ട് ചെരുപ്പിടാതെ വരുന്നത്. ദാസനാണല്ലോ അങ്ങനെ പറയുന്നത്, ദാസനായിട്ട്. നോ 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 യു ആർ മൈ സൺ. കാരണം അത് ചെരുപ്പിടിച്ചു, ദാസന്മാർക്ക് ചെരുപ്പില്ല. അപ്പം അത് കൂട്ടി വായിക്കണം. അപ്പം അടിമകൾക്ക് ചെരുപ്പില്ല, വസ്ത്രം ധരിക്കാൻ പാടില്ല, വളരെ മിനിമമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവരെ വിൽക്കാൻ കൊണ്ടുവരുന്നത്, നമ്മൾ ഈ കാളേനെയും പോത്തിനെയും കൊണ്ടുവരുന്ന പോലെയാണ് കൊണ്ടുവരുന്നതൊക്കെ. കാരണം ഇവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കണം. അതുകൊണ്ട് വസ്ത്രമൊക്കെ എടുത്ത് മാറ്റും ഉറപ്പായിട്ടും. പിന്നെ വസ്ത്രം ധരിക്കുകയല്ല, പിന്നെ മിനിമം വസ്ത്രമേ ഉള്ളൂ. അടിമകൾക്ക് അതാണ്, ചെരുപ്പിടാൻ കുറേ കാര്യമുണ്ട്, പോട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ജോസഫിനെ വിൽക്കാൻ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ സഹോദരന്മാർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. റൈറ്റ്? ഒന്ന് ഓർത്ത് നോക്കി, പരസ്യമായിട്ട് സ്വന്തം സഹോദരന്മാർ വസ്ത്രം ഉരിഞ്ഞു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന, അവനുണ്ടായ നാണം, ലജ്ജ, അവഹേളനം. അവൻ പതറിയില്ല അവിടെ നിന്നു. ഇനി ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ പറയാം. ദാറ്റ് മൊമെൻറ്റ്, ആ നിമിഷം ദൈവം അവന് വേണ്ടി രാജകൊട്ടാരത്തിൽ മന്ത്രിയുടെ ഒരു കുപ്പായം തയ്പ്പിച്ചു വെച്ചു. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ ഉരിയും, നന്മ, സൽപ്പേര് എന്തു ആകട്ടെ, ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി കൃപയുടെ, സമൃദ്ധിയുടെ കുപ്പായം തയ്ക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തയ്ക്കുന്ന നിങ്ങൾക്ക് ഉറപ്പില്ല. നമുക്ക് വിശ്വാസം മനുഷ്യരിലാണ്. ഇങ്ങനെ ഒരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ജോസഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, മതി. ഈ സീസൺ, ഈ ഒരുക്ക ദിവസങ്ങൾ നമുക്ക് സഹോദരനിലേക്കൂടെ തിരിയാനുള്ള ഒരവസരമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അടയാളങ്ങളിലൂടെ ക്ഷമയും സ്നേഹത്തെയും നമുക്ക് ആഘോഷിക്കാം. ആ കൃപ ദൈവം നമുക്ക് തരട്ടെ. എന്നെ ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവ്വം കേട്ടതിനും പിതാവിനും അച്ഛന്മാർക്കും എല്ലാം പ്രത്യേകം നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.